ഞാൻ മലാവിയിൽ, ആഫ്രിക്കയിലെ മലാവിയിലുണ്ടായിരുന്ന സമയത്ത്, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനുണ്ടായിരുന്ന സമയത്ത് ഒരു കേസ് നടക്കുക അവിടെ. ഒരു പയ്യനെ കല്യാണം കഴിച്ചു. അതിൻ്റെ സെലിബ്രേഷൻ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കോർട്ട് അതിനെതിരായിട്ട് വേർഡിക്റ്റ് പുറപ്പെടുവിച്ചു. ഗേ മാരേജ് ഈസ് നോട്ട് അലൗഡ് ഇൻ മലാവി. അതിനകത്ത് ജഡ്ജ് പറഞ്ഞ വാചകം, മലാവി ഈസ് നോട്ട് യെറ്റ് പ്രിപ്പയർഡ് ടു റിസീവ് അവർ സൺസ് ആസ് അവർ ഡോട്ടർ ഇൻ ലോസ്. ഞങ്ങളുടെ ആൺമക്കളെ ഞങ്ങളുടെ മരുമക്കളായി സ്വീകരിക്കുവാൻ തക്കവണ്ണം മലാവി ഇതുവരെയും ഒരുങ്ങിയിട്ടില്ല എന്ന് ആ ജഡ്ജ് വളരെ കൃത്യതയോടുകൂടെ പറഞ്ഞു. പക്ഷേ ആ ആഴ്ചയിൽ യുണൈറ്റഡ് നേഷൻസ് ഉൾപ്പെടെ യൂറോപ്പിലെ സകല രാജ്യങ്ങളും മലാവി ഒരു കാടൻ രാജ്യമാണെന്നും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കാത്ത രാജ്യമാണെന്നും പറഞ്ഞ് അപലപിച്ചുകൊണ്ട് അവർ പ്രസ്താവനകൾ ഇറക്കി. ഞാൻ ആഫ്രിക്കയിൽ മലാവിയിൽ ഉണ്ടായിരുന്ന സമയത്ത് നടന്ന അന്നത്തെ പേപ്പേഴ്സ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാഫ്രിക്കൻ രാജ്യം, അല്പമെങ്കിലും ബോധം ഉള്ള ഒരു ജഡ്ജ് ഞങ്ങളുടെ രാജ്യം ഗേ മാരേജസിന് പ്രിപ്പയർഡ് അല്ല എന്ന് പറഞ്ഞപ്പോൾ, പരിഷ്കൃതരെന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും യുണൈറ്റഡ് നേഷൻസും മലാവിയെ വിളിച്ചതൊരു കാടൻ രാജ്യമെന്നാണ്. അതാ ഇന്നത്തെ ലോകം. ഈ ലോകത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ ഒരു കാടനെന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. എന്നാലും ഞാൻ ഒറ്റയ്ക്ക് നിൽക്കും. ഹല്ലേലൂയ. വാസ്തവത്തിൽ ഇന്ന് ആവശ്യമായിരിക്കുന്നത് ഭയങ്കരമായ കോസ്റ്റ് കൊടുത്താൽ മാത്രം ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഭയങ്കരമായിട്ട് കോസ്റ്റ് കൊടുത്താൽ മാത്രം. ബിക്കോസ് ഒരു യൂറോപ്യനോട് ഞങ്ങളുടെ ജെയിംസ് ഒരിക്കൽ ചോദിച്ചു, ആർ യു എ ക്രിസ്ത്യൻ? ഞാൻ പറഞ്ഞു, നോ, ഐ എം എ ഹ്യൂമൻ. നീ ഒരു ക്രിസ്ത്യാനിയാണോ? അല്ല, ഞാനൊരു മനുഷ്യനാണ്. ഞാൻ പറയുന്നത്, ഹു ഈസ് എ ക്രിസ്ത്യൻ? ഐ എം എ ഹ്യൂമൻ. പണ്ട് യൂറോപ്യൻ മിഷണറിമാർ ഇന്ത്യയിൽ വന്ന ആളുകളെ ക്രിസ്ത്യാനികളാക്കിക്കൊണ്ടിരിക്കുക. ബട്ട് ഇറ്റ് ഈസ് ടൈം ഫോർ us to go there and make people Christians. എന്തോരം കഷ്ടമായി ലോകത്തിലെ കാര്യം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത ഏതാണ്? നോവ ഹാഡ് ടു സഫർ വെരി മച്ച്. ബിക്കോസ് അവൻ്റെ സ്പിരിച്വാലിറ്റി ആരും മനസ്സിലാക്കിയില്ല. എല്ലാവരും വിവാഹത്തിന് കൊടുത്തും, അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. They thought religion is only for old people like Noah. നോഹയെ പോലുള്ള കിളവന്മാർക്ക്, വയസ്സന്മാർക്ക് വേണ്ടിയുള്ളതാണ് മതം എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ നോവ walked with God. അവൻ ദൈവത്തിൻ്റെ കൂടെ നടന്നു. And he started hearing the voice of God. അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഒറ്റയ്ക്ക് നടക്കുന്നവനെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ. ആ തലമുറയിലെ മുഴുവൻ ആളുകളും അവരുടെ ആത്മാവിൻ്റെ വാതിലുകൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ വണ്ണം കൊട്ടിയടച്ചപ്പോൾ, നോഹ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ദൈവത്തിന് വേണ്ടി അവൻ്റെ ശബ്ദം കേൾക്കാൻ ഹൃദയത്തിൻ്റെ വാതിലുകൾ, ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ലോകമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. ഇഫ് നോവ വാസ് നോട്ട് ദെയർ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തി ലോകത്തിൽ ജീവിച്ചിരുന്നില്ലെങ്കിൽ, ഡു യു തിങ്ക് ദാറ്റ് ദ വേൾഡ് ഷുഡ് ബി ഹിയർ? ഈ ലോകം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ കാര്യം? നോഹ എന്ന് പറയുന്ന ഒറ്റ വ്യക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് മനുഷ്യനുള്ളത്. അല്ലെങ്കിൽ ദൈവം മൊത്തമായും ആ ഭൂമിയെ നശിപ്പിക്കാൻ ഒരുങ്ങിയതാണ്, മൊത്തമായിട്ട്. But Noah found favor in the eyes of God. And God said, കർത്താവിനോട് പറയുന്നതാണ്, നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം പണിതെന്ന, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ദൈവം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, എനിക്ക് നിൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, വേറെ ആരെയും രക്ഷിക്കണ്ട. പക്ഷെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം പണിത നോഹ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പെട്ടകത്തിലേക്ക് മുഴുവൻ ആളുകളെയും വിളിച്ചു കയറ്റാൻ നോക്കുകയാണ്. നടന്നില്ല.
അതാണ് ദൈവത്തോടു കൂടെ നടക്കുന്നവൻ്റെ പ്രത്യേകത. ദൈവത്തിൻ്റെ സഹാനുഭൂതി അവനിലേക്ക് പകർന്നു കിട്ടുകയാണ്. ഹി വാസ് കോളിങ് എവ്രിബഡി കം. രക്ഷപ്പെടാനൊരു മാർഗമുണ്ട്. ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. കർത്താവിനോട് പറഞ്ഞു. നോക്ക്, അവൻ ലോകത്തോട് എന്ന് പറയാം. കർത്താവിനോട് പറഞ്ഞു വലിയ മഴ വരാൻ പോകുന്നെന്ന്. ആൾക്കാരെന്താ പറഞ്ഞു? മഴയോ എന്ന് വെച്ചാൽ എന്നാ? എനിക്ക് നോഹയെക്കാളും ഇഷ്ടം നോഹയുടെ പിള്ളേരെയാണ് കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോഹയുടെ പിള്ളേരന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ ഞാനിങ്ങനെ ഒന്ന് വിഭാവന ചെയ്ത് നോക്കിയിട്ടുണ്ട്. നോഹയുടെ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പിള്ളേർ ചോദിക്കും, എടാ നിൻ്റെ അപ്പൻ എന്നാ എടുക്കുക? ഉടനെ അവർ പറയും, ഞങ്ങളുടെ അപ്പൻ വലിയൊരു കപ്പൽ പണിയാം. കപ്പലോ? പുള്ളി എവിടെ അപ്പം താമസിക്കുന്നത്? മെഡിറ്ററേനിയൻ സീയുടെ അടുത്ത് വല്ലതുമാണ്. അന്ന് അടുത്തുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്താണ്? കടൽ എന്ന് പറയുന്നത് മധ്യധരണി ആഴിയാണല്ലോ. അവിടെയാണോ നിൻ്റെ അപ്പനപ്പം താമസിക്കുന്നത്? ഇവിടെ ഹോസ്റ്റലിലാണോ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ അപ്പൻ്റെ വീട്ടിൽ നിന്ന് വരുന്നത്. എടാ അപ്പം പിന്നെ കപ്പൽ എവിടെ പണിയുന്നത്? കപ്പൽ പണിയുന്നത് ഞങ്ങളുടെ വീടിരിക്കുന്ന മലയുടെ മുകളിൽ. ഇവിടെ മലയുടെ മുകളിൽ ആരെങ്കിലും കപ്പൽ പണിയൂടാ? കപ്പൽ പണിയാണെങ്കിൽ ഇവിടെ പണിയേണ്ടത് കടലിൻ്റെ അടുത്തല്ലേ പോയി കപ്പൽ പണിയണ്ടേ? അതെന്തോ പരിപാടി നീ കാണിക്കുന്നത്? അതെ, ഞങ്ങളുടെ അപ്പൻ പറഞ്ഞു മലയെ പണിതാൽ മതി, ഇത് പണിത് കഴിയുമ്പോഴത്തേക്ക് കടൽ ഇങ്ങോട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് പണിത് കഴിയുമ്പോൾ കടൽ ഇങ്ങോട്ട് വന്നോളും. എങ്ങനെയാണ് കടൽ അങ്ങോട്ട് വരുന്നത്? അത് ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. അന്ന് വരെ അവരാരും മഴ കണ്ടിട്ടില്ല. അന്ന് വരെ മേഘം കറുത്ത് കണ്ടിട്ടില്ല. അന്ന് ഭൂമി നനഞ്ഞിരുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലോട്ട് വെള്ളം വരുന്നതാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറയുന്നത്, അന്ന് വരെ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചപ്പോൾ അവൻ അതിൽ ലവലേശം സംശയിക്കാതെ ദൈവത്തിൻ്റെ വാക്കാണ് ഞാൻ കേൾക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ വിശ്വാസത്താൽ കർത്താവിൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. ഇഫ് യു ആർ സ്റ്റാൻഡിങ് alone, you're going to hear things that no one else in the history have ever heard. ചരിത്രത്തിൽ ഒരാൾ പോലും കേട്ടിട്ടില്ലാത്ത വാക്കുകൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറാകുമ്പോഴാണ്. അവർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞു മോളിൽ നിന്ന് വെള്ളം താഴോട്ട് വീഴുമെന്ന്. എന്നെ ചോദിച്ചു, അതിനാണ് പുള്ളി അങ്ങനെ പറയാൻ കാര്യം? പുള്ളിക്ക് എന്തോ പറ്റി? അപ്പോൾ പറഞ്ഞു, അതെ ഞങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞു. നിങ്ങളുടെ അപ്പച്ചനോട് ദൈവം പറഞ്ഞു? ദൈവം അങ്ങനെ ആരോട് സംസാരിക്കുമോടാ? പിന്നെ ഞങ്ങളുടെ അപ്പച്ചനോട് എപ്പോഴും സംസാരിക്കും ദൈവം. ഞങ്ങൾ ആ വലിയ കപ്പൽ പണിതുകൊണ്ടിരിക്കുക, ഞങ്ങളും കൂടിയാ പണിയുന്നേ. അവൻ്റെ കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു കാണും? നല്ല പിള്ളേരായിരുന്നു, എന്തോ പറയാനാ. പക്ഷെ അപ്പന് ഭ്രാന്ത് പിടിച്ചു പോയി. ഒരു ഭ്രാന്തൻ്റെ മകൻ എന്നാണ് നോഹയുടെ മക്കളെക്കുറിച്ച് അവൻ്റെ സഹപാഠികൾ അവരെ വിളിച്ചത്. എന്നിട്ടും അവരൊരു കാര്യം ഉറപ്പാക്കി, ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പാരൻസിൻ്റെ മീറ്റിങ്ങിനൊക്കെ പറയാറുള്ള കാര്യമുണ്ട്, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ മക്കൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നതാണ്, ഞങ്ങളുടെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവൻ എൻജിനീയറും ഡോക്ടറും ഒന്നും ആയില്ലെങ്കിലും വേണ്ടുകയില്ല, അവൻ ഏറ്റവും കുറഞ്ഞ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപ്പനെ ആ ദൈവം എനിക്ക് തന്നിരിക്കുന്നത്. That's the biggest joy when you are living in this world. Your children says that they have a father who is in proper communication with God. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കുക. അത് മക്കൾ അതേപോലെ അനുസരിച്ചു. ഞാനിതിനെക്കുറിച്ച് പല സമയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചത് കൊണ്ടാണ് ഈ കപ്പൽ പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നടന്നേ പറ്റൂ. ഇവിടെ കപ്പൽ പണിയുന്നൊരു പാർട്ടി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ജോൺസൺ. ഞാൻ ജോൺസണോട് ചോദിച്ചിട്ടുണ്ട്, ഈ വീടൊക്കെ പണിയുമ്പോൾ ഒരു ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും അതവിടെ നിന്നോളും, അത്രയ്ക്ക് വലിയ ചരിഞ്ഞൊന്നും പോകത്തില്ല. എന്നാൽ 33.25 മുഴം നീളത്തിൽ ഒരു കമ്പ് അല്ലെങ്കിൽ ഒരു മരം ചെത്തിക്കൊണ്ട് വരാൻ ഫിക്സ് ചെയ്യാനായിട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഷേമിനോട് അല്ലെങ്കിൽ യാഫത്തിനോട് നോഹ പറയുമ്പോഴത്തേക്ക് അവൻ പോയി കട്ട് ചെയ്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് 33.25 വരെ 34 കൊണ്ട് വന്നെന്ന് വെച്ചു. നോഹ എന്ത് പറയും? നോ, ദൈവം പറഞ്ഞത് 33.25 മുഴമെന്നാണ്. കൊണ്ടുപോയി ബാക്കി 1/4 മുഴം കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് ഇത് നടത്തിയത്.
ആ മക്കൾ എന്ത് ചെയ്യും? കൊണ്ടുപോയി വീണ്ടും അപ്പനെ കളിപ്പിക്കത്തൊന്നുമില്ല. നമ്മുടെ പിള്ളേരൊക്കെ ആണെങ്കിൽ എന്താണ്, അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെയും പപ്പ മുറിച്ചെന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടുവരും. ഈ പിള്ളേർ അങ്ങനൊന്നും കാണിച്ചില്ല. അങ്ങനെ കാണിച്ചായിരുന്നു ഈ കപ്പൽ മുങ്ങിപ്പോയിന് ഇല്ലേ? നോഹയുടെ കപ്പൽ മുങ്ങാതിരിക്കാൻ കാര്യം എന്തുവാ? അവൻ്റെ അപ്പനോട് ദൈവം പറഞ്ഞ അളവനുസരിച്ച് അവൻ പണിതുകൊണ്ടാണ്. അതായത് അപ്പനോട് ദൈവം സംസാരിച്ച അതേ ക്രമീകരണത്തിൽ മക്കൾ ജീവിച്ചത് കൊണ്ടാണ് ആ കപ്പൽ മുങ്ങാഞ്ഞത്. ഹല്ലേലൂയ. ഗോഡ് വാണ്ട്സ് us to be stand alone. ദൈവം നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കാൻ. നമ്മൾ 1 പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നോഹയുടെ കാര്യത്തെക്കുറിച്ച് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അല്പജനം എന്നാൽ 8 പേർ. ഞാൻ പറഞ്ഞല്ലോ, 1,000,000 പീപ്പിൾ അന്ന് ഭൂമിയിൽ ഉണ്ടായിരുന്നിരിക്കും, നമുക്കറിയത്തില്ല. പക്ഷേ അതിനകത്ത് എത്ര പേര് മാത്രമേ രക്ഷ പ്രാപിച്ചുള്ളൂ? 8 പീപ്പിൾ. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുടെ എണ്ണം പെർസെൻറ്റേജ് കുറഞ്ഞു വരികയാണ്. പക്ഷേ എത്ര കുറഞ്ഞാലും ആ മൈനോറിറ്റിയുടെ കൂടെ ആയിരിക്കും ഞാൻ എന്ന് നമ്മൾ തീരുമാനമെടുത്താലേ പറ്റുള്ളൂ. നോഹയുടെ കൂടെ ഉണ്ടായിരുന്നത് വെറും 8 പേരാണ്. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ 3 മക്കളും അവൻ്റെ 3 മരുമക്കളും. ഫിനിഷ്. നോബഡി എൽസ്. അവൻ്റെ കുടുംബം. നമ്മൾ 2 പത്രോസ് 2-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ കുറേ കൂടെ കൃത്യമായിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 2-ന്റെ 5-ാമത്തെ വാക്യത്തിൽ, പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ട ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോടുകൂടെ പാലിക്കുകയും 7 പേരോടുകൂടെ ദൈവം എന്ത് ചെയ്തു? പാലിച്ചു. അവനെ ദൈവം കളിപ്പിച്ചില്ല. ദൈവത്തിന് വേണ്ടി ശബ്ദം കേട്ടിറങ്ങി അവനെ ദൈവം എന്ത് ചെയ്തില്ല? കളിപ്പിച്ചില്ല. ആ പുരാതന ലോകത്തെ മുഴുവൻ ദൈവം ന്യായം വിധിച്ചു. ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാകാതെ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ മനസ്സില്ലാതെ ദൈവത്തെ നിഷേധിച്ചവരായ മുഴുവൻ പേരെയും ദൈവം, ആ പുരാതന ലോകത്തെ മുഴുവൻ ആളുകളെയും ദൈവം ന്യായം വിധിച്ചു. എന്നാൽ ദൈവം നോഹയോട് പ്രോമിസ് ചെയ്തിരുന്നത് ദൈവം നിർവഹിച്ചു. അവൻ നോഹയെ ആദരിച്ചു. വി നീഡ് ടു സ്റ്റാൻഡ് അലോൺ ആൻഡ് ദർ ഈസ് എ റിവാർഡ്. നമ്മൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും അതിനൊരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം എന്ന് പറയുന്നത് ഭൂമിയിൽ നമുക്ക് വസ്തുവും വള്ളവും കാറും വീടും ഒന്നും കിട്ടുന്നതല്ല. അതല്ല. യുനോ വാട്ട് ഈസ് ഹാപ്പനിങ്? ജലപ്രളയം ഒടുങ്ങി. അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ നോഹയെ ദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം ഗോയിങ് ടു ബ്ലസ് യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നീ പെരുകി ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി നിറയുവൻ. ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്നവിടെ പറയുന്ന ആ വാക്ക് ആദമിനോട് പറഞ്ഞ അതേ വാക്കാണ് പറയുന്നത്. ആദമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്താണ്? നിങ്ങൾ പെരുകി സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയിലൊക്കെയും നിറയുവേൻ. ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അവകാശമാണ് അതിലൂടെ ദൈവം ആദമിന് കൊടുത്തത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹമാണ്. അപ്പൻ മക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അപ്പൻ്റെ പേരാണ്, അപ്പൻ്റെ വസ്തുവല്ല. ഒരു ജൂയിഷ് മൈൻഡ് സെറ്റപ്പിൽ നമുക്കത് മനസ്സിലാക്കുന്നത്, ഒരു ഹീബ്രു മൈൻഡ് സെറ്റപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അപ്പൻ്റെ വസ്തുക്കളല്ല. എന്താണ്? അപ്പൻ്റെ പേര് നിലനിർത്തുവാനുള്ള അവകാശമാണ്. ഇവിടെയും അതാ സംഭവിക്കുന്നത്. ആദമിനോട് ദൈവം പറയുകയാണ്, യു വിൽ സ്റ്റാൻഡ് ഓൺ ബിഹാഫ് ഓഫ് മീ. നീ എൻ്റെ പേരിൽ നിൽക്കും. എല്ലാത്തിനെയും ഞാൻ നിൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. ഞാൻ നിന്നെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവിടെ തേജസ് എന്ന് പറയുമ്പോഴത്തേക്ക് പുത്രാധികാരമാണ്. മകനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. പിതാവിൻ്റെ സകല കാര്യങ്ങളുടെയും അധിപതിയായി അപ്പന് പകരം നിൽക്കാനുള്ള അവകാശമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. ആ അനുഗ്രഹമാണ് ദൈവം ആദമിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് ഇസഹാക്കിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് യാക്കോബിന് കൊടുത്തത്. ആ അനുഗ്രഹമാണ് യേശുവിന് കൊടുത്തത്. ടു റിപ്രസെൻറ്റ് ഗാഡ്. നൗ ഇറ്റ് ഈസ് വിത്ത്
ദ ചർച്ച്. നോക്കുക, വസ്തുവും വള്ളവും മറ്റുള്ള കാര്യങ്ങളും ലോകത്തിൽ എല്ലാവർക്കും കിട്ടും. പക്ഷേ യേശുവിനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം എന്ന അനുഗ്രഹം ലഭിക്കുന്നത് അവന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾക്ക് മാത്രമാണ്. നോഹയോട് കർത്താവ് പറയാണ്, നീ എൻ്റെ വാക്ക് കേട്ടനുസരിച്ച് എല്ലാവരും എന്നെ വേദനിപ്പിച്ചപ്പോൾ, ദുഃഖിപ്പിച്ചപ്പോൾ എൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കുവാൻ തക്കവണ്ണം എൻ്റെ വാക്കുകൾക്കായി നിൻ്റെ ആത്മാവിൻ്റെ വാതിലുകളെ നീ തുറന്നിട്ടെങ്കിൽ ഇതാ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇനിയിപ്പോൾ നിൻ്റെ പേരിലാണ് ഞാൻ you have the privilege of representing me in this world. ലോകത്തിൽ എന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദാറ്റ് ഈസ് ദ ബ്ലെസ്സിങ്. ഒരു സംശയമില്ല. അബ്രഹാമിന് ദൈവം കൊടുത്ത അനുഗ്രഹം അതാണ്. നമ്മളൊക്കെ അബ്രഹാമിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അബ്രഹാം കന്നുകാലി, വെള്ളി, പൊന്ന് ഇവയിലൊക്കെയും ബഹു സമ്പന്നനായിരുന്നു, കേട്ടിട്ടില്ലേ എന്നൊക്കെ ചോദിക്കും. അതൊന്നും ദൈവം കൊടുത്തൊന്നുമല്ല, അതൊക്കെ ഫറവോൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ്. നിങ്ങൾ പോയി വായിച്ചു നോക്കിയാൽ അറിയാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗമൊന്നും വായിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അബ്രഹാം മിസ്രൈമിലേക്ക്, ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയി, തിരിച്ചു വന്നപ്പോൾ കിട്ടിയതാണ് കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയൊക്കെ. അതൊന്നും അല്ല ദൈവം കൊടുത്ത അനുഗ്രഹം. ദൈവം അവനെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നത്, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ് ആൻഡ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത് ഷാൽ ബി ബ്ലെസ്ഡ് ബൈ യു. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഭൂമിയിലെ സകല വംശങ്ങളും നീ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിനക്ക് തരുന്ന അനുഗ്രഹം കൊണ്ട് നീ ഇപ്പോൾ ലോകത്തിലേക്ക് പോവുകയാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ. കാര്യം അനുഗ്രഹത്തിൻ്റെ സോഴ്സ് ഇപ്പോൾ ആരായിരിക്കുകയാണ്? ഇറ്റ് ഈസ് യു. നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ചിരിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുമുള്ളവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ സോഴ്സ് ആയിട്ട് ദൈവം നമ്മളെ ഭൂമിയിലാക്കിയിരിക്കുന്നു. കാര്യം അവിടെ നിന്നാണ് അനുഗ്രഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതേപോലെ ദൈവത്തെ പ്രതിനിധീകരിക്കുവാനുള്ള നമ്മുടെ അവകാശമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നോഹ മറ്റെല്ലാവരും ദൈവത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ അവരുടെ ആത്മാവിൻ്റെ വാതിലുകൾ ദൈവത്തിന് നേരെ കൊട്ടിയടച്ചപ്പോൾ ദൈവത്തിന് നേരെ അവൻ്റെ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്ത നോഹ എല്ലാവരും ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ, അവൻ്റെ തലമുറയിൽ നീതിമാനായി ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നപ്പോൾ, ആ തലമുറയിൽ, നീതികെട്ടവരുടെ തലമുറയിൽ നീതിക്ക് വേണ്ടി നിലകൊണ്ടവനായ നോഹയ്ക്ക് ദൈവം കൊടുത്ത പ്രതിഫലം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. ഇന്നും ഞാൻ പറയട്ടെ, നാം ഒറ്റയ്ക്ക് നിൽക്കുന്നുവെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ, കർത്താവിനോട് ചേർന്ന് നടക്കുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവം നമുക്ക് തരുന്നതായ പ്രതിഫലം അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശമാണ്. ഹല്ലേലൂയ. അവനെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം, അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം നമ്മുടെ ആത്മീയത മനസ്സിലാക്കാൻ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർക്ക് കഴിഞ്ഞില്ലെങ്കിലും, ഹാബേലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വീട്ടിലുള്ള ഒരാൾക്ക് പോലും അവൻ്റെ ആത്മീയത മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഹി വാസ് സ്റ്റാൻഡിങ് എലോൺ. അവൻ്റെ അപ്പനോ അമ്മയോ അവൻ്റെ സഹോദരനോ അവൻ്റെ ബന്ധുക്കളോ ഒരു വ്യക്തി പോലും അവനൊരു റോൾ മോഡൽ ഇല്ലായിരുന്നു. എന്നിട്ടും അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിച്ചു. ഇന്നും ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്, മറ്റൊരാളും നമ്മുടെ ഭവനത്തിലുള്ളവർ പോലും അവന് വേണ്ടി നിൽക്കുവാൻ ഇല്ലെങ്കിലും അവന് വേണ്ടി നിലകൊള്ളുന്ന, നീതിയോടെ നിലകൊള്ളുന്ന, അവനെ പ്രതിനിധീകരിക്കുന്ന, ഒറ്റയ്ക്ക് നിൽക്കുന്ന, അവനോട് ചേർന്ന് നടക്കുന്ന, അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കണമെന്നാണ്. ഒരു റോൾ മോഡലിന് വേണ്ടി ആരും തിരക്കി പോകണ്ട. ദൈവം നിന്നോട് ചോദിക്കുക, നിനക്കൊരു നെഹമയാകാൻ പറ്റുമെന്നോ? എനിക്കൊരു നെഹമയ എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും തപ്പി നടക്കേണ്ട കാര്യമില്ല. ഗോഡ് ഈസ് ആസ്കിങ് യു ടു ബിക്കം എ നെഹമയ. നമ്മളെയാണ് ദൈവം അത് ഫലമേൽപ്പിച്ചിരിക്കുന്നത്. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ അവനെതിരെ നിഷ്ഠൂരമായ കാര്യങ്ങൾ പറയുവാൻ ആളുകൾ ഉണ്ടായിരുന്നപ്പോഴും അവൻ കർത്താവിനോട് കൂടെ നടന്നു. കർത്താവിനോട് കൂടെ നടന്നത് തന്നെയല്ല, കർത്താവിനോട് കൂടെ നടന്നതുകൊണ്ട് അവൻ മറ്റൊന്നിനോടും കൂടെയും നടന്നില്ല. മറ്റൊന്നും അവൻ്റെ ജീവിതത്തിൽ കടക്കുവാൻ അവൻ സമ്മതിച്ചില്ല. അവൻ ദൈവത്തോട് കൂടെ നടന്ന് ഒടുവിൽ ഭൂമിയിലുള്ളതെല്ലാം അവനിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി, ചോർന്നു പോകുന്ന ഒരു സ്റ്റേജ്. വെൻ യു വാക്ക് വിത്ത് ഗാഡ്, everything of this world, you are losing everything of this world and you are gaining more and more Jesus. യേശുവിനാൽ നമ്മൾ നിറയപ്പെടും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും
യേശുവിനാൽ നമ്മൾ നിറയപ്പെടും തോറും ഭൂമിയിലുള്ളതെല്ലാം നമ്മിൽ നിന്ന് താഴെ പോകുന്ന ഒരു സ്റ്റേജ്. ദൈവത്തോടു കൂടെ ഉയർന്ന് പോകുമ്പോൾ താഴെയുള്ളതൊക്കെ കാണാൻ വയ്യാത്ത ഒരു സ്റ്റേജ്. ഇന്നും വാസ്തവത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് അവന് വേണ്ടി നിവരെ നിൽക്കുകയും അവനോട് ചേർന്ന് നടക്കുകയുമാണ്. നോഹയും കർത്താവിനോട് കൂടെ നടന്നെന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ തലമുറയിലെ മുഴുവൻ ആളുകളും, എവ്രിബഡി, മുഴുവൻ ആളുകളും ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ ആൻഡ് ഹി വാസ് പ്ലീസിങ് ഗാഡ്. കൃത്യമായി ദൈവത്തിൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുവാൻ അവൻ തയ്യാറായി. അവൻ ദൈവത്തോട് കേട്ട വാക്കുകൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ച ഉണ്ടായിരുന്നെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോയേനെ. പക്ഷേ കർത്താവ് പറഞ്ഞ വാക്കുകളിൽ ഒന്നുപോലും അവൻ തെറ്റിച്ചില്ല. അവൻ്റെ കുടുംബത്തിന് വേണ്ടി ഒരു പെട്ടകം പണിയുവാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ നോഹ എത്രയോ നാളുകൾ ഒരു നീതിപ്രസംഗിയായി പ്രസംഗിച്ച് നടക്കുകയാണ്. എന്തിനു വേണ്ടി? അവന് ജനങ്ങളോടുള്ള ആ നികൃഷ്ടരായ ജനങ്ങളെ എങ്ങനെയും ദൈവിക പാതയിലേക്ക് കൊണ്ടുവരാനുള്ള മോഹത്തോടുകൂടെ അവൻ പ്രസംഗിച്ച് നടക്കുകയാണ്. പക്ഷേ അവൻ ഒരിക്കലും അവരാൽ ഇൻഫ്ലുവൻസ്ഡ് ആയില്ല. ഹി വാസ് സ്റ്റാൻഡിങ് അലോൺ. ഇന്നും ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, നീ ഒറ്റയ്ക്ക് നിൽക്കുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Lord, we come to your presence and we really want to see that, Lord, we are standing alone. Even when everybody in our home, in our community, in our church, they fail to know you. And when they are against us, oh God, sometimes they do not understand our spirituality, but still we will stand for you, oh God. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ തരുന്നത് നിന്നോട് കൂടെ നടക്കുന്നതുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, നിന്നെ പ്രതിനിധീകരിക്കുവാനുള്ള അവകാശം നീ ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ അപ്പനോട് ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് ഞങ്ങളുടെ മക്കൾ പറയത്തക്ക രീതിയിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ, ഞങ്ങളുടെ ഭവനങ്ങളിൽ സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഉറപ്പ് വളരെ പെരിഫറലായിട്ടുള്ള ഉറപ്പല്ല. കർത്താവ് ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ള ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നത് ഞങ്ങൾ യാതൊരു കാരണവശാലും തിന്മയോടെ സമരസപ്പെടാതെ ജീവിക്കുമ്പോഴാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. വ്യാജമായ അവകാശവാദങ്ങൾ മുഴക്കുവാനല്ല, പ്രത്യുത ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയാണെന്ന് തെളിയിക്കുവാൻ നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവേ, മറ്റുള്ളവർ ഞങ്ങളെ നോക്കുമ്പോൾ അവർ ഞങ്ങളെ എങ്ങനെ കാണുന്നുവെന്നല്ല, നീ ഞങ്ങളെ നോക്കുമ്പോൾ നീ ഞങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് ഉള്ളത് ഞങ്ങളുടെ ചിന്തയുടെ ഏറ്റവും വലിയ ആകാംക്ഷയായിരിക്കാൻ തക്കവണ്ണം, ഞങ്ങളുടെ കൺസേൺ ആയിരിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്ന് കർത്താവേ, നിന്നോട് ചേർന്ന് നടക്കുവാനും ഞങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെതെല്ലാം ചോർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ എല്ലാ കൃപകൾക്കായും സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. വേദപുസ്തകത്തിലുടനീളം ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന ആളുകളുടെ ആ ഒരു പരമ്പര തന്നെ പഠിച്ചുകൊണ്ട് വരികയാണ്. ഇനിയും അതേപോലെയുള്ള പല ആളുകളുടെ ചരിത്രം, ഓരോരുത്തരുടെയും ചരിത്രം വ്യത്യസ്തമായി പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ സാഹചര്യവും ഡിഫറൻ്റ് ആയതുകൊണ്ടാണ്. സമാനതകൾ ഒത്തിരി ഉണ്ടെങ്കിലും സാഹചര്യങ്ങൾ വ്യത്യാസമായതുകൊണ്ട് അതിലെ ഏത് സാഹചര്യമാണ് നമ്മുടെ ഇന്നത്തെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന സാഹചര്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്കൊരു ഉറപ്പ്, ഈ സാഹചര്യത്തിലും ഞാൻ ഒറ്റയ്ക്കാണല്ലോ നിൽക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു. പക്ഷേ ഭവനത്തിലുള്ളവർക്ക് നിങ്ങളുടെ ആത്മീയത മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പലപ്പോഴും ആളുകൾ എന്നോട് തന്നെ വിളിച്ചിട്ട് പറയാം, എനിക്കിത് വളരെ ആഗ്രഹമുണ്ട് കർത്താവിന് വേണ്ടി നിലകൊള്ളണമെന്ന്, പക്ഷേ എൻ്റെ വീട്ടിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. പക്ഷേ അവിടെയും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? ഒറ്റയ്ക്ക് നിന്നേലേ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, മറ്റുള്ള ആളുകളെല്ലാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് വിരുദ്ധമായി ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുമ്പോഴും നമ്മൾ ഒറ്റ ഒരാൾ മാത്രമേ ഉള്ളെങ്കിലും നമ്മുടെ ആത്മീയത മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും അവിടെയും നമ്മൾ എങ്ങനെ നിൽക്കണം? കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിൽക്കുവാനുള്ള തീരുമാനം ഉണ്ടാകണം. അത് തന്നെയല്ല, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യങ്ങളാണ്. അതാണ് നോഹയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാളിച്ച. പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ, അതായത് ഈ മഴ കണ്ടിട്ടുള്ള വ്യക്തികളായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾ ഒരു മഴ വരുമല്ലോ എന്നെങ്കിലും ചിന്തിച്ചേനെ. പക്ഷേ ആകാശത്തു നിന്ന് താഴേക്ക് വെള്ളം വീഴുന്നു എന്ന് വീണ് ഇവിടെ വെള്ളപ്പൊക്കമുണ്ടാകും, ജലപ്രളയം വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞതായ ആ വലിയ യാഥാർത്ഥ്യത്തെ ദൈവ ദർശനമുണ്ടായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, അല്ലാത്തവർക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് അരുളപ്പാട് ലഭിച്ചവർക്ക് മാത്രം. അതുപോലെ ആത്മീയതയുടെ പല യാഥാർത്ഥ്യങ്ങളും അനാത്മികരായ ആളുകൾക്ക് പറഞ്ഞാൽ
മനസ്സിലാകത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവർക്ക് ഞാൻ എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല. കാര്യം അവർക്ക് മനസ്സിലാകത്തില്ല. കാര്യം അവർ ആത്മതലത്തിലേക്ക് പ്രവേശിച്ചവരല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് സംസാരിക്കുവാൻ പാകത്തിൽ തങ്ങളുടെ ആത്മാവിൻ്റെ വാതിലുകൾ തുറന്നു വെച്ചിട്ടില്ലാത്ത വ്യക്തികൾക്ക് ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ, ആത്മാവിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ടുള്ളവർ പറയുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല? അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കൊരു ഒഴികഴിവ് പറയാൻ പറ്റത്തക്കവണ്ണം ഒരു എക്സ്ക്യൂസ് അല്ല. പ്രത്യുത അവർക്ക് തിരിച്ചറിയാൻ പറ്റിയാലും ഇല്ലെങ്കിലും നീതിപ്രസംഗിയായ നോഹയെ പോലെ ദൈവം നൽകിയ അരുളപ്പാടിനെ മനസ്സിലാകാത്ത ജനങ്ങളോട് നൂറ്റാണ്ടുകൾ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദൈവം നൽകിയ അരുളപ്പാടുകളെ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും മനസ്സിലാവുകയും ചെയ്യുന്ന ജനങ്ങളോടല്ല, മനസ്സിലാകാത്ത ജനങ്ങളോട്. യു അണ്ടർസ്റ്റാൻഡ്? നോഹ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. നോഹ പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞ് വട്ടുപിടിച്ചാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ they couldn't understand, they couldn't believe it. But still he was preaching to a community who couldn't understand what he was saying. അവൻ ഇൻസെയിൻ ആണെന്ന് ചിന്തിച്ചിരുന്ന വ്യക്തികളോട് പോലും അവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ ഉത്തരവാദിത്തം, ദൈവം നമുക്ക് അരുളപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ബോധ്യമുള്ള വ്യക്തികളാണ് നമ്മളെങ്കിൽ മനസ്സിലാകാത്തവരോടും ഇത് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഞാനൊരിക്കൽ മാൾവ എക്സ്പ്രസ്സിൽ പഞ്ചാബിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹരിയാനയിൽ നിന്ന് ഞാൻ പോകുന്ന സമയമാണ്. ഞാൻ കർത്താവ് എന്നോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ കർത്താവ് 2000 കർത്താവ് എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ ഈ വാക്യമാണ് എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന്, നീ അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ അവരോട് സംസാരിക്കണം, അവരോട് പറയണം. അപ്പോൾ അന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മധ്യപ്രദേശിലെ പല സ്ഥലങ്ങളും, ഹൈ കാസ്റ്റ് ഏരിയയിൽപ്പെട്ട പല ബുന്ദേൽഖണ്ഡ് ഏരിയയിൽ എത്ര ഞങ്ങൾ പ്രസംഗിച്ചിട്ടും എത്ര സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടും എത്ര കഷ്ടപ്പെട്ട് പറഞ്ഞിട്ടും ആരും വിശ്വാസത്തിലേക്ക് വരാത്തതായ ഒരു സന്ദർഭമാണ്. അപ്പം ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഞാൻ സംസാരിക്കുന്നത് കേട്ട് ആരെങ്കിലും രക്ഷിക്കപ്പെടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഇവർ കേൾക്കത്തേ ഇല്ലെന്നങ്ങ് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര നാളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര നാളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നെ കർത്താവ് പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഇത് പറയാനായിട്ട് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് പറഞ്ഞേ പറ്റൂ. ദാറ്റ് ഈസ് മൈ കമാൻഡ്മെൻറ്റ്. പിന്നെ നീ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം. ഇത് പറയുന്നതിൻ്റെ ഗുണമെന്താണ്? ഒരു പക്ഷേ നീ പറഞ്ഞാൽ അവർ സ്വീകരിക്കും. സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നീ അവരുടെ രക്ഷകനായി തീരുകയാണ്. യു പ്രീച്ച് ആൻഡ് ദേ ഹിയർ ആൻഡ് യു ബിക്കം ദെയർ സേവിയർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവാണ് രക്ഷിക്കുന്നതെങ്കിലും ശരിക്കും ഞാൻ പറയുമ്പോൾ അവർ സ്വീകരിച്ചാൽ അവരുടെ രക്ഷയ്ക്ക് ഞാൻ കാരണമായി തീരുകയാണ്. മേ ബി ഇപ്പോൾ ഒരു കോടതിയിൽ ജഡ്ജ് ഒരിക്കലും അയാൾക്ക് ഇഷ്ടമുള്ള കാര്യം പോലെ അല്ല ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്, ആണോ? അല്ല, അയാൾ സ്റ്റേറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. പക്ഷേ കുറ്റവാളി രക്ഷപ്പെടുന്നവൻ ഒരു പക്ഷേ ജഡ്ജിനോട് പറയുന്നത് അങ്ങൊന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ട് എനിക്ക് വളരെ നന്ദിയുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും അയാളല്ല രക്ഷിക്കുന്നത്. ആരാണ് രക്ഷിക്കുന്നത്? സ്റ്റേറ്റാണ്. പക്ഷേ അയാൾക്ക് ജഡ്ജ് ആരായിത്തീരുകയാണ്? രക്ഷകനായിത്തീരുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ രക്ഷകനായി തീരുകയാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ. വാസ്തവത്തിൽ സംഭവിക്കുന്നത് യേശുവാണ് രക്ഷിക്കുന്നതെങ്കിലും നമ്മളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞത്, നീ പറയുന്നത് അവർ സ്വീകരിച്ചില്ലെങ്കിലോ, അതിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞത്, ഏത് കുറ്റവാളിയെയും ശിക്ഷിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരുടെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഗ്രഹിക്കണം. നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ രക്ഷകനാവുകയാണ്. ഇനി രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നമ്മൾ അവൻ്റെ കുറ്റപത്രം അവനെ വായിച്ച് കേൾപ്പിക്കുകയാണ്. കർത്താവ് പറഞ്ഞത്, കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാതെ എനിക്ക് ഒരാളെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശിക്ഷിക്കാൻ കഴിയത്തില്ല. കാര്യം കുറ്റവാളിയുടെ അവകാശമാണ് കുറ്റപത്രം വായിച്ച് കേൾക്കുക എന്ന് പറയുന്നത്. ഇനി അയാൾ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നീ അയാളുടെ ന്യായാധിപനായി തീരുകയാണ്, അല്ലെങ്കിൽ ജഡ്ജായി തീരുകയാണ്, വിധികർത്താവായി തീരുകയാണ്. ഞാൻ ആദ്യം ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, അത് ഭയങ്കര ഇതാണല്ലോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ, ഒരാളോട് സംസാരിക്കുമ്പോൾ, ഈദർ ഐ ബിക്കം ഹിസ് സേവിയർ ഓർ ഹിസ് ജഡ്ജ്. എന്നാൽ
നോഹയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിച്ച ഭാഗം വായിക്കുമ്പോഴത്തേക്ക് അവിടെ കൃത്യതയോടെ കർത്താവ് പറയുന്ന ഒരു ഭാഗം അവരുടെ ജഡ്ജാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളൊരു വാക്ക്. സൊദോം ഗൊമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശമാക്കുവാൻ ന്യായം വിധിച്ചു എന്നുള്ള വാക്ക്. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇഫ് ഹി ഡിഡ് നോട്ട് സ്പെയർ ദി ഏൻഷ്യൻ വേൾഡ് ബട്ട് പ്രിസർവ് നോവ, a herald of righteousness with 7 other persons, when he brought a flood upon the world of the ungodly, if by turning the cities of Sodom and Gomorrah to ashes he condemned them to extinction. He condemned ഒരു കണ്ടംനേഷൻ. അപ്പോൾ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിത്തീരുകയാണ്, രക്ഷയ്ക്കുള്ള കാരണമായി തീരുമ്പോൾ നമ്മൾ പരോക്ഷമായാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യുകയാണ്, അവരുടെ രക്ഷകനാകുന്നതിന് വേണ്ടി മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഇനി അതല്ല, തിരിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ എന്താണ്, അവരെ ജഡ്ജ് ചെയ്യാനായിട്ട്, ന്യായം വിധിക്കാനായിട്ട്. അപ്പോൾ ഏതാണെങ്കിലും നമ്മുടെ പ്രസംഗം കൊണ്ട് പ്രയോജനമില്ലാതെ വരുന്നില്ല. നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ആ പ്രസംഗം കൊണ്ട് ഒന്നുകിൽ അവർക്ക് രക്ഷ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവരെ ന്യായം വിധിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാവുകയാണ് ഓരോ പ്രാവശ്യവും നമ്മൾ പ്രസംഗിക്കുമ്പോൾ. അപ്പോൾ അതെനിക്കൊരു പുതിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, അതെനിക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, when I preach, if somebody is saved, of course, ഞാൻ പ്രസംഗിക്കുമ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് എൻ്റെ ആഗ്രഹം എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ എല്ലാവരും രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിലും എനിക്കുള്ള ആശ്വാസം എന്താണ്, ഞാൻ ദൈവത്തിന് പകരം നിന്നുകൊണ്ട് എന്താണ്, ദൈവത്തിന് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. അവർ രക്ഷിക്കപ്പെടുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടമുണ്ടെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്. ഞാൻ എന്ത് ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ പ്രതിനിധിയായി അവരെ ന്യായം വിധിക്കുന്നതിന് ദൈവത്തിന് വേണ്ടി അവരോട് അവരുടെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയാണ് എന്നുള്ളതായ വലിയ ഒരു ബോധ്യം കർത്താവ് എനിക്ക് തന്നു. അതിന് ഒത്തിരി സന്തോഷം, ഒത്തിരി ഒരു ആശ്വാസമായിരുന്നു. നമ്മൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ അത് ഒരാൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പ്രസംഗിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈവൻ ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും വാസ്തവത്തിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകത അതാണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ആരാണെങ്കിലും ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചും ശരിക്കും മടുത്തു പോകുന്നതായ ഒരു സ്റ്റേജ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും എന്തു പറഞ്ഞാലും പിന്നെയും എന്താണ്, വീണ്ടും ഈ ഭൗതികത വന്ന്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. ആത്മീയമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം എന്തു പറഞ്ഞാലും ഭൗതികമായി അതിനെ വ്യാഖ്യാനിക്കുന്ന, മനസ്സിലാക്കുന്നതായ, അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങളെ ഗ്രഹിക്കുന്ന ഒരു തലമുറ. ഇനി മനസ്സിൽ കിടക്കുന്നത്, നമ്മുടെ നാട്ടിൽ പറയുമല്ലോ, മഞ്ഞപ്പിത്തം പിടിച്ചവൻ്റെ കണ്ണിൽ എന്താണെങ്കിലും മഞ്ഞ മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് ഹെപ്പറ്റൈറ്റിസ് ഒരു മൾട്ടിവൈറൽ അറ്റാക്ക് ഉണ്ടായിട്ട് ഞാൻ കിടന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എവിടെ നോക്കിയാലും ഭിത്തി നോക്കിയാൽ മഞ്ഞ, ഉടുപ്പ് നോക്കിയാൽ മഞ്ഞ, ചോറ് കൊണ്ടുവച്ചാൽ മഞ്ഞ ചോറ്. അല്ല, കാര്യം എന്നറിയാം, ഇത് ചോറിൻ്റെയോ ഭിത്തിയുടെയോ ഒന്നും പ്രശ്നമല്ല. ആരുടെ പ്രശ്നമാണ്? കണ്ണിൻ്റെ പ്രശ്നമാണ്. ഇതേപോലെ തന്നെ എത്ര ആത്മീയ കാര്യങ്ങൾ പറഞ്ഞാലും പിന്നെയും ഈ ജനങ്ങൾ സംസാരിക്കുന്നതെല്ലാം ആത്യന്തികമായി കൊണ്ടു നിർത്തുന്നത് ഭൗതികമായ കാര്യങ്ങളിലാണ്. അപ്പം നമുക്കങ്ങ് മനസ്സ് മടുത്തു പോകുന്നതായ ഒരു സ്റ്റേജ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യമുണ്ട്, when I speak, even when they do not understand, ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിന് അവരോട് സംസാരിക്കാനുള്ള കാര്യം സംസാരിക്കുന്നു. പിന്നെ ദൈവത്തിന് കുറ്റം വിധിക്കാൻ എളുപ്പമാണല്ലോ, കർത്താവിന് വേണ്ടി. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെയൊക്കെ കർത്താവ് പറഞ്ഞു വിടുന്നത്. എന്തുകൊണ്ടാണ്? നന്നാകാത്ത ആളുകളുടെ അടുത്തും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്, പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്. എന്തുകൊണ്ട്? ദൈവത്തിന് ന്യായം വിധിക്കുമ്പോൾ അവനോട് ആരും പ്രതിവാദം പറയാതെ ഇരിക്കേണ്ടതിന്. നമ്മളെയും പല സമയത്തും കർത്താവ് അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മറ്റുള്ളവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു വിടുന്നതായ ആളുകളാണ് ഈ ഭൗതികമായ കാര്യങ്ങളിൽ. ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, എത്ര വലിയ ആത്മീയ സത്യങ്ങൾ പറഞ്ഞാലും, ഇപ്പം ശമരിയക്കാരി സ്ത്രീയുടെ അടുത്ത് കർത്താവ് എന്ന ദാഹജലം ചോദിക്കുമ്പോഴത്തേക്ക് അവൾ പറയുന്നു, നീ ഒരു യഹൂദന്, ഞാൻ ഒരു ശമരിയക്കാരത്തിയുമാണ്, പിന്നെ നീ എന്തുകൊണ്ടാണ് എന്നിൽ നിന്ന് വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ തയ്യാറാകുന്നത്? ഉടനെ കർത്താവ് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്ന ആൾ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം നൽകുകയും ചെയ്യുമായിരുന്നു. ഉടനെ അവളെന്താ പറയുന്നത്? യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രം ഇല്ലല്ലോ. കാര്യം
ഇവക്ക് ഈ ജീവജലമെന്നൊന്ന് പറഞ്ഞിട്ടൊന്നും അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. കാര്യം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ ഭൗതികമായ കാര്യമല്ലാതെ വേറെ ഒന്നും മനസ്സിലില്ല. അങ്ങനെ കാണാൻ കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എപ്പോഴും ഇങ്ങോട്ട് കോരാൻ വരാതെ രക്ഷപ്പെടാമായിരുന്നു, പിന്നെ എനിക്ക് ദാഹിക്കത്തില്ലെങ്കിൽ എത്ര സന്തോഷമായിരുന്നു ഇല്ലേ. അവൾ പിന്നെ പാവം പിടിച്ചൊരു ശമരിയാക്കാരി സ്ത്രീ, അവൾക്ക് ഈ വലിയ ആത്മീയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെന്നിരിക്കാം. നിക്കോദിമോസിനോട് പറഞ്ഞിട്ട് ഇത് തന്നെയൊക്കെ നടക്കുന്നത്. നിക്കോദിമോസിനോട് പറയുമ്പോഴും എന്താ, നീ ഉയരത്തിൽ നിന്ന് ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവനെന്താ പറയുന്നത്, മനുഷ്യൻ പ്രായമായതിനു ശേഷം വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കുന്നത് എങ്ങനെ? എന്നിട്ട് കർത്താവ് അവനോട് പറയുന്നൊരു കാര്യമുണ്ട്, നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിട്ടും ഈ പറയുന്ന കാര്യം ശമരിയാക്കാരി സ്ത്രീക്ക് മനസ്സിലാകാഞ്ഞത് എനിക്കും മനസ്സിലായില്ലെന്നെങ്കിലും മനസ്സിലായി. ഇതെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നീ യഹൂദന്മാരുടെ ഉപദേഷ്ടാവായിട്ട് നിനക്ക് എന്താണ് ഈ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്തത്? എന്നിട്ട് കർത്താവ് അതിനോട് ചേർന്ന് ചോദിക്കുന്ന പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഭൂമിയിലുള്ളത് നിന്നോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിന്നോട് പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും ഇല്ലേ? ഇതേപോലെ ഇന്ന് ആത്മീയ യാഥാർത്ഥ്യങ്ങളെ സഭയ്ക്കുള്ളിൽ പറയാൻ പരിശ്രമിച്ചാലും ഭൂമിയിലുള്ളത് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാത്ത പാട്ടുകളാണ്. സ്വർഗത്തിലുള്ള കാര്യങ്ങളുടെ എന്താണ് ആ സമയത്ത് പലപ്പോഴും നമുക്ക് മനസ്സ് മടുക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകും. എന്നാൽ മനസ്സ് മടുക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? കാര്യം വി റെപ്രസെൻറ്റ് ഗാഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നു. ദൈവത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നവരോടും മനസ്സിലാകാത്തവരോടും ഒരുപോലെ സംസാരിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഓരോ വ്യക്തികൾ. വി വെർ തിങ്കിങ് അബൌട്ട് മിഖയാവിന് ശേഷം നമ്മൾ ഹാബേലിൻ്റെ കാര്യവും ഹാനോക്കിൻ്റെ കാര്യവും നോഹയുടെ കാര്യമൊക്കെ നമ്മൾ കണ്ടു. ഇനിയും ഇതേപോലെ തന്നെ പല വ്യക്തികളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഈ വ്യക്തികൾ കൂടാതെ ഒരു സമൂഹം മൊത്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹം മൊത്തമായിട്ട്. അത് ഇറ്റ് സെയ്സ് അബൌട്ട് ദ ലിവൈറ്റ്സ്, ലേവ്യരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് അത് പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിലും 33 അധ്യായവുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രത്യേകമായ കാര്യത്തിൽ നിന്നാണ് നമുക്കത് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. 32 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് മോശ പർവ്വതത്തിൽ, 31 അധ്യായത്തിൽ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോവുകയും സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയോട് അരുളി ചെയ്തത് കാണുകയും അതിനുശേഷം ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകളും സാക്ഷ്യപലക രണ്ടും അവൻ്റെ പക്കൽ കൊടുത്തു എന്ന് പറഞ്ഞാണ് 31 അധ്യായം അവസാനിക്കുന്നത്. അതായത് ദൈവം ഈ കൽപ്പനകൾ എഴുതിയതായ പലക അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എന്താണ് ദൈവം മോശയുടെ കയ്യിൽ കൊടുത്തു. അതിനകത്തെ ആദ്യത്തെ നിയമം എന്താണ്? ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, യാതൊരു വിഗ്രഹവും ഉണ്ടാക്കരുത് എന്ന് പറയുന്ന ആ 10 കൽപ്പനകൾ എഴുതിയ ടാബ്ലറ്റ്സ് ദൈവം അവൻ്റെ കയ്യിൽ കൊടുത്ത അതേ സമയത്ത്, ഏറ്റവും വലിയ തമാശ, ദൈവം കൽപ്പനകൾ കൊടുത്ത് അതും കൊണ്ട് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ കൽപ്പനയും രണ്ടാമത്തെ കൽപ്പനയും ഇവർ പൊട്ടിച്ച് കളഞ്ഞെന്നുള്ളതാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, കൽപ്പനകൾ എഴുതിയ സ്റ്റോൺ ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ കൽപ്പനകൾ എഴുതിയ ആ ടാബ്ലറ്റ്സ് പൊട്ടിച്ച് കളഞ്ഞത് ശരിക്കും ആദ്യം മോശയല്ല, ആദ്യം പൊട്ടിച്ചത് ആരാ? ഇസ്രായേൽ മക്കളാണ്. ഇസ്രായേൽ മക്കൾ ഈ കൽപ്പനകൾ എഴുതിയ പലകയല്ല, കൽപ്പന തന്നെ പൊട്ടിച്ച് കളഞ്ഞുകൊണ്ടാണ് മോശ പറയുന്നത് ഇതുകൊണ്ട് ഇനി എന്താ പ്രയോജനം എന്ന് ചോദിക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. അവിടെ 32 കാണുന്നത്, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന ഈ പുരുഷനായ മോശയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. നോക്ക്, മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരാൻ താമസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഇവരുടെ സമയത്ത് മോശ വന്നില്ലെന്നുള്ളതാണ്. നമുക്കെല്ലാം നമ്മുടെ സമയത്ത് കാര്യങ്ങൾ നടക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ സമയത്ത്. എന്നാൽ ദൈവം അവനോട് കൽപ്പിച്ച് അവന്, ഇൻഫാക്റ്റ് ഹി വാസ് എബൌട്ട് ടു കം, പക്ഷേ വരുന്നതിന് മുമ്പ്, ഈ പടിക്ക കൊണ്ട് കലമുടയ്ക്കുക എന്നൊക്കെ പറയുന്ന പോലെ വരുന്നതിന് മുമ്പ് ജനങ്ങൾ പറയുന്ന ഒരു വാക്ക് എന്താണെന്നറിയാമോ? അവിടെ പറയാണ്, ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചുവെന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ അഹരോൻ്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരിക. നോക്ക്, ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നതിനകത്തെല്ലാം ദൈവത്തിന് വേണ്ടി
എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമായിരുന്നപ്പോഴും ഒറ്റയ്ക്ക് നിന്നവരായ വ്യക്തികളെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് വിളിക്കപ്പെട്ടതായ പുരോഹിതനായ അഹരോൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നപ്പോൾ കൂട്ടം കൂടിയതാണ് ഇവിടെ കാണുന്നത്. ഹാബേലിൻ്റെയും നോഹയുടെയും ഹാനോക്കിൻ്റെയും ചരിത്രത്തിൻ്റെ വിപരീത ദിശയിലാണ് ഇവിടെ അഹരോൻ്റെ കാര്യം. അഹരോൻ എന്ത് ചെയ്യുകയാണ്? ഹി വാസ് നോട്ട് റെഡി ടു സ്റ്റാൻഡ് അലോൺ, ഹി വാസ് സ്റ്റാൻഡിങ് വിത്ത് ദ ക്രൗഡ്. നോക്ക്, ഇത് എല്ലാ സമൂഹങ്ങളിലും എല്ലാ സഭയിലുമുള്ള പ്രശ്നമാണ്. ആത്മാർത്ഥതയുള്ള ആളുകൾ പോലും ഒറ്റയ്ക്ക് നിൽക്കുവാൻ ധൈര്യമില്ലാതെ എന്ത് ചെയ്യാൻ പരിശ്രമിക്കുന്നു? കൂട്ടം കൂടുവാനായിട്ട് പരിശ്രമിക്കുന്നു. ജനങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോഴത്തേക്ക് അവൻ എന്ത് ചെയ്യാണ്? അവൻ്റെ മനസ്സ് മാറിപ്പോവുകയാണ്. മനസ്സ് മാറിപ്പോകുന്നത് ഒരു പക്ഷേ അവൻ്റെ കൺവിക്ഷൻ്റെ ഒക്കെ പ്രശ്നമായിരിക്കാം. വി ഡു നോട്ട് നോ. ഒരു പക്ഷേ കൺവിക്ഷൻ ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കും. ഇതൊക്കെ ആയിരിക്കും. ദൈവം അവനോട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അഹരോൻ മോശയെ എതിരേറ്റ് ചെല്ലുന്നത് പോലും ഇൻഫാക്റ്റ് ദൈവം അവനെ അത് ഭരമേൽപ്പിച്ചതുകൊണ്ടാണ്. ദൈവവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളൊന്നും അല്ല അഹരോൻ. അഹരോൻ ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അവൻ മോശയുടെ കൂടെയാണെങ്കിൽ പോലും ഫറവോൻ്റെ സന്നിധിയിൽ പോയി നിൽക്കാൻ ധൈര്യം കാണിച്ചവനാണ്. അഹരോനെ നമ്മളങ്ങനെ വെറുതെ എന്താണ് തീരെ വില കുറഞ്ഞൊരു വ്യക്തിയായിട്ട് കാണേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അഹരോൻ അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ഞാൻ എംഫസൈസ് ചെയ്യാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി നിലകൊണ്ട വ്യക്തികൾ പോലും ജനങ്ങളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആ ദൈവിക പാത വിട്ട് ജനങ്ങളോട് കൂട്ടുകൂടുന്നത് ഒരു പ്രസൻറ്റ് ഡേ സിനാരിയോ ആണ്. നമ്മളുടെ ഈ കാലയളവിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതിന് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ. വി ആർ സീയിങ് ദിസ് തിങ്. ഇത് വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ദൈവത്തിനു വേണ്ടി വീറോടെ നിൽക്കുവാൻ തയ്യാറെടുത്ത വ്യക്തി, തീരുമാനമെടുത്ത വ്യക്തി, മോശയോടുകൂടെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ധൈര്യത്തോടുകൂടെ കടന്നു ചെന്നവനായ വ്യക്തി, ശരിക്കും പറഞ്ഞാൽ ഫറവോനോട് സംസാരിച്ച വ്യക്തി. ദൈവത്തിന് വേണ്ടി ഫറവോനോട് ആരാ സംസാരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അഹരോനാണ് സംസാരിക്കുന്നത്. ഫറവോനോട് ദൈവത്തിന് വേണ്ടി സംസാരിച്ചവനായ വ്യക്തി, മോശയുടെ കൂട്ടാളി, ധൈര്യശാലി, ഇപ്പോൾ ഫറവോൻ്റെ മുമ്പിൽ നേരെ നിന്നെങ്കിലും സഭാ ജനങ്ങളുടെ മുമ്പിൽ നേരെ നിൽക്കാൻ കഴിയാതെ പോകുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ വീറ് കാണിച്ചിട്ടുള്ള എത്രയോ ആളുകൾ സഭയ്ക്കുള്ളിൽ കടന്നു കഴിഞ്ഞതിന് ശേഷം സഭയിലെ കോമൺ ആളുകളുടെ ഇൻഫ്ലുവൻസിൽ വീണു പോകുന്നത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ലോകത്തിൽ ഒരു പക്ഷേ അവർ എന്താണ് പള്ളി വിട്ടു, പട്ടക്കാരെ വിട്ടു, എന്താണ് അതിനുവേണ്ടി കഷ്ടം സഹിച്ചു. ഞാൻ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമുണ്ട്. കർത്താവിനെ അംഗീകരിച്ചിറങ്ങിയത് കൊണ്ട് പീഡനങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി വീറോടെ ഇറങ്ങിയ എനിക്കറിയാവുന്ന പല ആളുകളും അവരുടെ സമുദായം വിട്ടപ്പോഴും, അവരുടെ റിലിജ്യൻ വിട്ടപ്പോഴും, അവരുടെ സമുദായം വിട്ടപ്പോഴും, അവരുടെ കൂട്ടുകെട്ട് വിട്ടപ്പോഴും ഒക്കെ, അല്ലെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടല്ലോ. വളരെ ശക്തിയോടുകൂടെ സമുദായങ്ങൾ വിട്ടിറങ്ങിയവരായ വ്യക്തികൾ, ലോകം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെയേറെ പരിശ്രമിച്ചിട്ട് അതിന് നിലകൊള്ളാതെ ദൈവത്തിന് വേണ്ടി വീറോടെ വേർപെട്ടിറങ്ങിയവരായ വ്യക്തികൾ ഈ സഭയ്ക്കകത്ത് കയറി കഴിഞ്ഞിട്ട് ഈ അളിഞ്ഞ പുഴുത്ത സഭാരാഷ്ട്രീയത്തിൽ കിടന്ന് കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. അവർ ത്യാഗം സഹിച്ചവരാ, ലോകത്തോട് സമരസപ്പെടാതെ മുന്നോട്ട് വന്നവരാണ്. സഭയ്ക്ക് പുറത്തുള്ള ലോകത്തോട് അവർ വീറ് കാണിച്ചു. ഫറവോനോട് വീറ് കാണിച്ചവനായ അഹരോൻ എന്താണ്? ഇസ്രായേൽ ജനത എണീറ, നമുക്കൊരു ദൈവത്തെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ എണീറ്റ് പോയി. ഈ കാലയളവിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇറ്റ് ഹാപ്പൻസ് എവരിവെയർ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഒരു വലിയ പ്രശ്നമാണ്. ലോകത്തോട് വീറോടുകൂടെ പോരാടിയവർ പോലും സഭയ്ക്കുള്ളിൽ കടന്നുകൂടിയ ലോകത്തോട് സമരസപ്പെട്ടു പോകുന്നതായ ഒരു സ്റ്റേജ്. എല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, ഈ മോശയ്ക്ക് എന്തോ സംഭവിച്ചെന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഞങ്ങളുടെ മുമ്പിൽ അവിടെ എഴുതിയിരിക്കുന്ന വാക്കാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. കാരണം എന്താ? മോശയ്ക്ക് എന്തോ ഭവിച്ചെന്നുള്ളത് ഞങ്ങൾ അറിയുന്നില്ല.
ഈ വിഗ്രഹാരാധനയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഞാൻ സാധാരണ പറയാറുള്ള കാര്യമുണ്ട്. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിംബം വെക്കുന്നത് മാത്രമൊന്നുമല്ല വിഗ്രഹാരാധന. ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധന തുടങ്ങുന്നത് ഈ അധ്യായത്തിൽ കാളവിഗ്രഹത്തെ ഉണ്ടാക്കുന്നതിന് മുമ്പാണെന്നാണ് എൻ്റെ ചിന്ത. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പറയുന്നത് ഞങ്ങൾക്ക് മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളുടെ മുമ്പിൽ നടന്ന മോശ എന്ന ഈ പുരുഷന് എന്തോ സംഭവിച്ചെന്നുള്ളത് ഞങ്ങൾ. അപ്പോൾ ഇവർ ചിന്തിച്ചത് എന്താണ്? ഇത്രയും നാൾ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്ന ആരാണെന്നാ? മോശയാണെന്നാ. അതിൻ്റെ അർത്ഥം എന്താ? ഈ മോശയായിരുന്നു ഇവരുടെ ദൈവം എന്നുള്ളതാണ്. മോശ ദൈവമാകാൻ പരിശ്രമമൊന്നും നടത്തിയില്ലെങ്കിലും മോശയായിരുന്നു ഇവരുടെ ദൈവം. അവരെ മുന്നിൽ നടത്തിയ, പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണുമായി അവരുടെ മുമ്പിൽ നടന്ന് അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്നതായ ദൈവത്തെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടു. അവരാരെ മാത്രമേ കണ്ടുള്ളൂ? മോശയെ മാത്രമേ കണ്ടുള്ളൂ. അപ്പോൾ കാളെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർക്ക് വിഗ്രഹം ഉണ്ടായിരുന്നു. അതാരായിരുന്നു? മോശയാണ്. ഇത് പല സമയത്തും സംഭവിക്കുന്ന പ്രശ്നമാണ്. ഇന്ന് ഈ ക്രൂസൈഡിലും കട്ടൗട്ടുകളിലും പോസ്റ്ററുകളിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ നമ്മുടെ ഹ്യൂമൻ വിഗ്രഹങ്ങൾ, അവർ പോയാൽ എല്ലാം പോയി. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. കാര്യം അവരുടെ മുഴുവൻ എന്താണ്? ആത്മീയവും നിലകൊള്ളുന്നത് ആരുമായിട്ട് ബന്ധപ്പെട്ട? ഈ പാർട്ടികളുമായിട്ടാണ്. ഇവരെങ്ങാണം പിന്മാറിപ്പോവുകയൊന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു ടൂർ പോയാൽ മതി. അപ്പോഴത്തേക്ക് എന്താ കാര്യം? ഇവരുടെ സ്പിരിച്വാലിറ്റി മുഴുവൻ ആരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്? ഈ ഹ്യൂമൻ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ ഒരു അപകടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമാണത്. നമ്മൾ എപ്പോഴും ആരെയായിരിക്കണം മുന്നിൽ കാണുന്നത്? ഒരിക്കലും ഒരു ലീഡറെ ആകാൻ പാടില്ല, ഒരിക്കലും ഒരു സ്റ്റാറിനെ ആകാൻ പാടില്ല. നമുക്കൊക്കെ ഇന്നത്തെ ഒരു പ്രശ്നമാണ് സ്റ്റാർസ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും വലിയ ഇഷ്ടമല്ല. സ്റ്റാർ ആണെങ്കിൽ നിന്ന് കത്തും. പക്ഷേ ഇന്നുള്ള പാർട്ടികളൊക്കെ നിന്നൊന്നും കത്തും. ദേ ആർ ജസ്റ്റ് ലൈക്ക് മീറ്റിയോഴ്സ്. ഈ ഉൽക്കകളെ പോലെ ഇങ്ങോട്ട് വരുന്നതും കാണാം, പിന്നെ പോവുകയും ചെയ്യുന്നത്. പക്ഷെ ആ കാലയളവിൽ, ഈ മീറ്റിയോഴ്സിൻ്റെ അല്ലെങ്കിൽ ഈ ഉൽക്കകളുടെ കാലയളവിൽ അവരാണ് മുന്നിൽ. അവരില്ലാതെ ഒരു പരിപാടിയും ഇല്ല. അവരുടെ വലിയ കട്ടൗട്ടുകളും പടങ്ങളും മറ്റേതും മറിച്ചതും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് അവർ വിഗ്രഹമായി വന്നിരിക്കുന്നതായ ഒരു സ്റ്റേജ്. ദിസ് ഇസ് സംതിങ് വെരി ബാഡ്. നമുക്ക് ആളുകളോട് സ്നേഹമുണ്ടാകാം, ബഹുമാനമുണ്ടാകാം. പക്ഷെ ആരാധനയ്ക്ക് യോഗ്യൻ ആര് മാത്രമാണ്? യേശു മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അത് നമ്മൾ മറന്നു പോകരുത്. ആളുകൾക്ക് സ്നേഹം ഉണ്ടാകണം. നിങ്ങളെ നടത്തുന്ന ആളുകളോട് നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. അത് തീർച്ചയായിട്ടും ഉണ്ടാകും. എനിക്കും ഉണ്ട്. ആളുകളോട് സ്നേഹമുണ്ട്. സ്നേഹം വേറെ, ആരാധന വേറെ, ബഹുമാനം വേറെ. We need to respect people. We need to love people. But we should not worship people. ഇവരും ഇന്ന് ഈ സൂപ്പർ സ്റ്റാറുകൾ സിനിമയിൽ മാത്രമൊന്നുമല്ല, ഈ ക്രിസ്ത്യൻ ഫീൽഡുകളിലൊക്കെ ഒത്തിരി സൂപ്പർ സ്റ്റാറുകളുണ്ട്. എന്നാൽ ആരാണ് നമ്മുടെ നായകനെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ നായകൻ, ഹല്ലേലൂയ, ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് താഴോട്ട് ചാടി അത്ഭുതം കാണിക്കാൻ പറഞ്ഞപ്പോൾ ശരി കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ചാടിയവനല്ല നമ്മുടെ നായകൻ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവനവനെ പിടിച്ച് രാജാവാക്കുവാൻ പരിശ്രമിച്ചു. എന്നാൽ ശരി ഞാൻ ഇരുന്നേക്കാം എന്ന് പറഞ്ഞവനല്ല നമ്മുടെ നായകൻ. അവരുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ശിഷ്യന്മാരുടെ കാലുകളെ കഴുകിയവനാണ് നമ്മുടെ നായകൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. Moses is not the person who was leading them from Egypt to Israel. It was God. We should never fail to see the fact that it is God and God alone. ദൈവം മാത്രം ആണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാലേ പറ്റുകയുള്ളൂ. ഇവരെല്ലാവരും കൂടെ വന്നിട്ട് പറഞ്ഞു, come on Aaron, where is Moses? ഞങ്ങൾക്ക് അവനില്ലാതെ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ആരൻ എന്ത് പറഞ്ഞു? ആരൻ പറഞ്ഞു, ശരി നിങ്ങളെല്ലാം കൂടെ വന്ന് പറഞ്ഞതായ ഈ സാഹചര്യത്തിൽ ഞാൻ പിന്നെ വേറെ എന്തോ പറയാനാ? ഇതാണ് ഒറ്റയ്ക്ക് നിൽക്കുന്നവനും നിൽക്കാത്തവനും തമ്മിലുള്ള പ്രശ്നം. അവൻ പറയുന്നത് അത്രേ ഉള്ളൂ. അഹരോൻ അവരോട്, നിങ്ങളുടെ
ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഞാൻ ഈജിപ്തിൽ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ പല സ്ഥലങ്ങളിൽ ഞാൻ വിശുദ്ധ നാട് സന്ദർശിക്കാൻ പോയതൊന്നുമല്ല. ദൈവം എന്നോട് ഈജിപ്തിൽ പോകാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതാണ്, അല്ലാതെ ആരുടെയും കൂടെ പോയതൊന്നുമല്ല. ഈജിപ്തിലെ ദൈവം എന്ന് പറയുന്നത് കാളയാണ്. ഈജിപ്തിൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഇസ്രായേൽ മക്കൾ 400 സംവത്സരം അല്ലെങ്കിൽ 430 സംവത്സരം ഈ ഫറവോൻ്റെ അടിമത്തത്തിന് കീഴിൽ കഴിഞ്ഞതായ കാലയളവിലെല്ലാം ഇവരെ യഹോവ യഹോവ എന്ന് പറഞ്ഞാൽ ചാകാൻ തുടക്കമൊന്നും അല്ലായിരുന്നു. അവർ വിഗ്രഹാരാധികളും കാളയെ ആരാധിച്ചുകൊണ്ടിരുന്നവരും ഒക്കെയാണ്. ദാറ്റ് വാസ് ദെയർ ലൈഫ്. ഞാൻ പലപ്പോഴും ഈ ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നമ്മൾ കാണുന്നത് കർത്താവ് അവനോട് ഇടപെടുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളുടെ അടുത്ത് ചെന്നിട്ട് പറ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ അയച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പിതാക്കന്മാരുടെ ദൈവം എന്താണ് നിങ്ങളെ വിടുവിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു എന്നുള്ളത് നീ ചെന്ന് പറ എന്ന് പറയുമ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവെ, ഞാൻ അവിടെ അടുത്ത് എന്ന് ചോദിക്കും, അവരെന്നോട് ചോദിക്കും, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമോ അതാരാ? അങ്ങനെ പറയുമ്പോൾ അവരോട് പറയാനായിട്ട് നിൻ്റെ നാമം എന്താണെന്ന് എന്നോടൊന്ന് പറയണം. അതെന്താ അവരങ്ങനെ ചോദിക്കാൻ കാര്യം? കാരണം മറ്റൊന്നുമല്ല, ഈ ഇസ്രായേൽ മക്കൾ അത്രയേറെ ദൈവത്തോട് ലോയൽറ്റി ഉണ്ടായിരുന്നവരൊന്നും അല്ല. കർത്താവ് പറയുന്നത്, ഞാൻ അവരുടെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു. അവർ നിലവിളിച്ചത് യഹോവയോടായിരുന്നു എന്നൊന്നുമില്ല, അടി കൊണ്ടപ്പം കിടന്ന് കരഞ്ഞെന്നുള്ളതേ ഉള്ളൂ. മിക്ക ആളുകളും അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ദൈവം അത് ദൈവത്തോടുള്ളതായിട്ട് അങ്ങ് ഏറ്റെടുക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തറിയത്തില്ല, യഹോവ എന്ന് പറയുന്ന ദൈവം ആണ് അവരെ ഇവിടെ ആക്കിയതെന്നും അവരെ വിടുവിക്കുമെന്നുള്ള സത്യമൊന്നും നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയത്തില്ല. ആരുമില്ലെന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ കാരണം ആലോചിച്ച് കഴിഞ്ഞാൽ അനേക തലമുറകൾ അവരവിടെ കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാമല്ലോ, ആത്മീകരായവരുടെ മക്കൾ തന്നെ ഒരു പ്രത്യേക ദേശത്ത് പോയി താമസിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആത്മീയം മക്കളിലേക്കൊക്കെ പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നെങ്കിൽ അനാത്മികരായ ആളുകളുടെ മക്കൾ എത്ര തലമുറ ആത്മീയം സൂക്ഷിക്കും? യാക്കോബിൻ്റെ 12 മക്കളിൽ ആകപ്പാടെ ഇച്ചിരി ആത്മീയം ഉണ്ടായിരുന്നത് യോസഫിനാണ്. ബാക്കിയുള്ളവന്മാർ കനാൻ നാട്ടിൽ വെച്ച് പോലും യഹോവയെ വിളിച്ചിട്ടുള്ള പാർട്ടികളല്ല. പിന്നെ അവന്മാർ ഇവിടെ ഈ മിസ്രൈമിൽ വന്ന് എന്തോ ദൈവത്തെ വിളിച്ചെന്നായി പറയുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ട് പിതാക്കന്മാരായ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും അവർ കാണിച്ച ആ ദൈവം കാണിച്ച എന്താണ് അവരുടെ ആ കാരുണ്യം എന്ന നിലയിൽ അവരെ കർത്താവ് വിടുവിക്കുന്നു. എന്നാൽ അതിനിടയിലും ആത്മീയം സൂക്ഷിച്ച ആളുകളുണ്ട്, അത്രയേ ഉള്ളൂ. ആത്മീയം സൂക്ഷിച്ച അനേകരുണ്ട്. അതിലൊരു കുടുംബമാണല്ലോ മോശയുടെയും അഹരോൻ്റെയും മിറിയാമിൻ്റെയും ഒക്കെ മാതാപിതാക്കൾ. അവർ ശിശുവിനെ കണ്ടപ്പോൾ തന്നെ ശിശു ദിവ്യസുന്ദരൻ എന്ന് കാണത്തക്ക രീതിയിലുള്ള സ്പിരിച്വാലിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. അതുപോലെയുള്ള അനേകർ, യോശുവയുടെ മാതാപിതാക്കൾ, അനേകരുണ്ടായിരുന്നു ആത്മീകർ. പക്ഷേ എല്ലാവരും ഒന്നും ആത്മീകർ അല്ലായിരുന്നു. അതുകൊണ്ടെന്താ സംഭവിക്കുന്നത്? അവർക്ക് കൂടുതൽ അറിയാവുന്നത് യഹോവയായ ദൈവത്തെക്കുറിച്ചല്ല, കാള ദൈവത്തെക്കുറിച്ചാണ്. അഹരോനും ഈ പണി അറിയാമെന്നേ. അതുകൊണ്ട് കൊത്തുള്ളി കൊണ്ട് പെട്ടെന്ന് ഈജിപ്തിൻ്റെ ദൈവത്തിൻ്റെ ഭാഷ വരുത്തുക അവൻ ഈസിയായിരുന്നു. അവൻ കൊത്തുള്ളി കൊണ്ട് എന്ത് ചെയ്തു? ഒരു കാള വിഗ്രഹത്തെ വാർത്തുണ്ടാക്കി. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഒരു രൂപത്തെ ഉണ്ടാക്കി. ഒരു രൂപം വിഗ്രഹമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്ത പ്രവൃത്തി ഒരു വിഗ്രഹത്തിൻ്റെ മേൽ ആരോപിക്കുമ്പോഴാണ് വിഗ്രഹമായി തീരുന്നത്. ദൈവം ചെയ്ത പ്രവൃത്തി ഒരു രൂപത്തിൻ്റെ മേൽ ആരോപിക്കുമ്പോൾ, ഇവിടെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയിട്ട് അവർ പറയുന്നത്, അപ്പോൾ അവർ ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കാളക്കുട്ടി വിഗ്രഹമാകുന്നത്. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ സേ? അപ്പോൾ ഇവിടെയാണ് ഇവരുടെ ഐ സംടൈംസ് വണ്ടർ ഇത് എന്നാ ബുദ്ധിയാണെന്നുള്ളത്. ഇവരുടെ കാതിലേക്ക് ഉണുക്കുമൊക്കെ പറിച്ച് ഇവർ നോക്കി നിൽക്കുമ്പോൾ ഉണ്ടാക്കിയ ഈ കാളക്കുട്ടിയെ നോക്കി ഇവർ പറയുകയാണ്, ഇതാണ് നാളുകൾക്ക് മുമ്പ് മിസ്രൈമിൽ നിന്ന്
നിന്നെ കൊണ്ടുവന്നതായ ദൈവം. ഇതുണ്ടാക്കിയിട്ട് വെച്ചിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. എന്തൊരു വിഡ്ഢിത്തമായി മനുഷ്യൻ പറയുന്നത്. റിലീജിയസ് ആയിട്ട് അന്ധത പിടിച്ചവന് ഇതല്ല ഇതിനപ്പുറത്തേന്നും പറയും. ദിസ് ഈസ് ദ പ്രോബ്ലം. അതാണ് വിഗ്രഹാരാധികളുടെ അന്ധത. ഭയങ്കര കഷ്ടമാണ്, അതൊരു കഷ്ടമാണ്. അല്ലാതെ നമുക്ക് ദേഷ്യമല്ല. എനിക്ക് ഇത് കേൾക്കുമ്പോഴേ ദേഷ്യമല്ല, വാസ്തവത്തിൽ എന്താണ് സങ്കടമാണ് തോന്നുന്നത്. എത്ര വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്. അവിടെ പറയാണ് ഈ ദൈവം, ഇത് ഞങ്ങളുടെ ദൈവമാണ്, ഇതാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. എന്നിട്ട് അഹരോൻ അത് കണ്ടാണ് അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. കാളയ്ക്കല്ല, ആർക്ക്? യഹോവയ്ക്ക്. പക്ഷേ ആരെയാണ് മുന്നേ നിർത്തിയിരിക്കുന്നത്? കാളയെ. കണ്ടോ, ഒരു വിഗ്രഹത്തെ ഇപ്പോൾ അവർ വിളിക്കുന്നത് എന്താണ്? യഹോവ എന്നാണ്. ഇതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. എന്നാൽ ഇത് രൂപത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തികൾ മറ്റൊരാളിൽ ആരോപിച്ചാൽ അത് രൂപമാകണമെന്നില്ല. അതെന്താണെങ്കിലും അതെന്തായിത്തീരും? വിഗ്രഹമായിത്തീരും. നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യം അതാണ്. നമ്മൾക്ക് വേണ്ടി ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തിയും നമ്മൾ ആരോപിക്കുന്നത് വേറെ പലരിലുമാണ്. ചിലപ്പോൾ നമ്മൾ പറയും, എന്താ അവിടെ നൂരിപ്പോരാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല, പിന്നെ ഞങ്ങളുടെ അമ്മാച്ചൻ അവിടെ നല്ല പിടിപാടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ, അപ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തി നമ്മൾ ആരിലാണ് ആരോപിക്കുന്നത്? അമ്മാച്ചനിലാണ്. അപ്പോൾ അമ്മാച്ചൻ ആരായി തീർന്നു? വിഗ്രഹമായി തീർന്നു. അങ്ങനെ ഒത്തിരി അമ്മാച്ചന്മാർ നമുക്കുണ്ട്, ഒത്തിരി വിഗ്രഹങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ പറയും, എടാ ഞാൻ പിന്നെ 2 വർത്തമാനം ഇംഗ്ലീഷിലങ്ങ് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ശരി എന്നാൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞെന്ന്. അപ്പോൾ നമ്മളെന്താ പറയുന്നത്? എനിക്ക് അല്പം സ്വല്പം ഇംഗ്ലീഷൊക്കെ അറിയാമായിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടെന്നാണ്. പക്ഷെ ആരാ അവിടുന്ന് രക്ഷിച്ചത്? ദൈവം ചെയ്ത പ്രവൃത്തി എൻ്റെ ഭാഷാപരിജ്ഞാനത്തിലോ എൻ്റെ വിദ്യാഭ്യാസത്തിലോ, ചിലപ്പോൾ നമ്മൾ പറയും ഞാൻ പിന്നെ ഒരു 500 അങ്ങ് വീശി, ഇല്ലേ? ഇതൊക്കെ പറയുമ്പോൾ ആര് വിഗ്രഹമായി തീരുന്നു? പണം നമ്മുടെ വിഗ്രഹമായി തീരുന്നു. കാര്യം ദൈവം ചെയ്ത പ്രവൃത്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? വേറൊന്നിലോ വേറൊരാളിലോ ആരോപിക്കുകയാണ്. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. യഹോവയ്ക്ക് ഒരു ഉത്സവം എന്നാണ് ഇപ്പം പറയുന്നത്. എന്തുകൊണ്ട്? നിന്നെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത് ഈ വിഗ്രഹമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ 7-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രൈം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഭയങ്കര രസമായിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ദൈവത്തിൻ്റെ ഗാഡ് ഈസ് ജസ്റ്റ് ലൈക്ക് ഈസ് എ വെരി സിമ്പിൾ ബീയിങ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ, ചില കർത്താവിൻ്റെ ചില വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളോട് ഈ പിണങ്ങി പറയാമെന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ശരിക്കും നമുക്കറിയാം, പുറപ്പാട് ദിവസം 33-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു, ഞാൻ അവരുടെ നിലവിളി കേട്ടു, അവരെ വിടുവിക്കുവാൻ ഇതാ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആരാണ് ഇറങ്ങി വന്നത്? ദൈവം. ആരാണ് കൂട്ടിക്കൊണ്ട് പോയത്? ദൈവം. കർത്താവ് പറഞ്ഞു ഞാനാണ് എൻ്റെ ജനത്തെ വിടുവിച്ചത്. പക്ഷെ ഇപ്പം മോശയോട് പറയാണ്, നീ ഇറങ്ങിച്ചെല്ല്. എന്നിട്ട് എഴുതിയിരിക്കുന്നത്, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ശരിക്കും ഇത് സത്യമാണോ? അല്ല. പിന്നെന്താ ദൈവം ഇങ്ങനെ പറയാൻ കാര്യം? കർത്താവ് പറഞ്ഞാലെന്നറിയാമോ? മറ്റൊന്നുമല്ല, എടാ ഞാനാ ഇത് ചെയ്തതെന്ന് അവർക്ക് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അവർ പറയുന്നത് ആര് ചെയ്തെന്നാ? നീ ചെയ്തെന്നാ. 33-ാം അധ്യായത്തിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്നുണ്ട്. അവിടെ പറയാം, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോട് ഇസ്ഹാക്കിനോട് യാക്കോബിനോട് സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് എന്നെ പോകുവിൻ. നീ കൊണ്ടുപോയിക്കോളാൻ. കർത്താവ് പറഞ്ഞതെന്നറിയാമോ? കർത്താവ് പറയാ, എടാ ഇതുവരെ ആയിട്ടും അവർക്ക് മനസ്സിലായിട്ടില്ല ഞാനാ കൊണ്ടുവന്നത്. അവർ പറയുന്നത് നീയാ കൊണ്ടുവന്നെന്നാ. നീയാ ഇത്രയും കൊണ്ടുവന്നതെങ്കിൽ ബാക്കിയുള്ള നീയാ കൊണ്ടുപോയിക്കോളാൻ. മരുഭൂമി വരെ നീയാ കൊണ്ടുവന്നതെങ്കിൽ എന്നാൽ പിന്നെ കനാലിലോട്ട് നീയാ കൊണ്ടുപോകൂ. ചിലപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, ഈ വേദോസം വായിച്ചു കഴിഞ്ഞാൽ ചിരിച്ച് മണ്ണ് കപ്പാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാര്യം ബിബ്ലിക്കൽ റൈറ്റേഴ്സ് ഭയങ്കര ഹ്യൂമറസാണ്. എന്നാൽ നമുക്ക് ഹ്യൂമർ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് ഇതിൻ്റെ സന്ദേശവും ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് അവിടെ പറയാണ്, കർത്താവ് പറയാണ്, അവർ പറയുന്നത് എന്താണ്? നീയാ കൊണ്ടുവന്നതെന്നാ. അതുകൊണ്ട് അവർ തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. അവർ ഞാൻ കൽപ്പിച്ച വഴി
അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എടാ, കൽപ്പന അവിടെ താഴെ ചെല്ലുന്നതിന് മുമ്പ് അവർ കൽപ്പന വേഗത്തിൽ, കൽപ്പന താഴെ ചെല്ലുന്നതിന് മുമ്പ് കൽപ്പന അവർ എന്ത് ചെയ്ത് കഴിഞ്ഞു? അവർ വിട്ടുമാറിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ജസ്റ്റ് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകട്ടെ. അവിടെ നമ്മൾ വീണ്ടും കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് കർത്താവ് പറയുകയാണ്, ഞാൻ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാനവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. ഞാനവരെ കൺസ്യൂം ചെയ്യാൻ പോകുകയാണ്, ഞാനവരെ നശിപ്പിക്കാൻ പോകുകയാണ്, ഞാനവരെ എന്ത് ചെയ്യാൻ പോകുകയാണ്? കത്തിച്ച് കളയുവാൻ പോകുകയാണ്, ദഹിപ്പിച്ച് കളയുവാൻ പോകുകയാണ് എന്ന് അരുളി ചെയ്തു. എന്നാൽ മോശെ 11-ാം വാക്യത്തിൽ തൻ്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ച് പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? മോശ എന്താ തിരിച്ചു പറയുന്നത്? കർത്താവേ, നീ പറഞ്ഞ കാര്യം ശരിയല്ല. എന്താ? ഞാനൊന്നും അല്ല ഇവരെ കൊണ്ടുവന്നത്. ആരാ കൊണ്ടുവന്നത്? അവിടെ പറയുകയാണ്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിൻ്റെ ജനത്തിന് വിരോധമായി നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? നമ്മളൊക്കെ ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്നോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടായേക്കും. പക്ഷെ മോശ പറയാം, നോ കർത്താവേ, നീ പറയുന്നത് ശരിയല്ല, ഞാനല്ല കൊണ്ടുവന്നത്, ഇറ്റ് ഈസ് യു. ഈ ജനത്തിന് നേരെ നിൻ്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? എന്നിട്ട് താഴോട്ട് പറയുകയാണ്, നിൻ്റെ പിതാക്കന്മാരോട്, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരോട് നീ ചെയ്ത വാഗ്ദത്തം നീ ഓർക്കണം. അത് തന്നെയല്ല, നീ ഇവരെ ഇവിടെ വെച്ച് നശിപ്പിച്ച് കളഞ്ഞാൽ ചുറ്റുപാടുള്ള ജനങ്ങളെല്ലാം പറയും, കണ്ടോ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ അവരെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്, അങ്ങനെ അത് നിൻ്റെ നാമത്തിന് അപമാനമായി തീരും, അതുകൊണ്ട് നിൻ്റെ കോപം ജ്വലിക്കരുതേ. ഞാനൊന്ന് ഇറങ്ങി ചെല്ലട്ടെ. എന്നിട്ട് കർത്താവ് പറയുന്ന ഏറ്റവും വലിയ കാര്യം 13-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. അപ്പോൾ യഹോവ തൻ്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. നോക്കുക, ദൈവം മോശ ഇടയ്ക്ക് കയറി നിന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? മോശ ഇടയ്ക്ക് കയറി നിന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യുകയാണ്? ദൈവം അവർക്ക് വരുത്തുമെന്ന് പറയുന്ന അനർത്ഥം അവർക്ക് വരുത്തിയില്ല എന്നാണ് കാണുന്നത്. അവരോട് പറഞ്ഞതായ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതായ അനർത്ഥം എന്ത് ചെയ്തില്ല? അവർക്ക് വരുത്തിയില്ല. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം നമ്മൾ ഓർക്കണം, ദൈവം മോശയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് ഉണ്ട്. ഈ പ്രോമിസിനെ മോശ ഒഴിവാക്കിയത് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ അല്ലെങ്കിൽ 9-ാമത്തെ വാക്യം, ഞാൻ ഈ ജനത്തെ നോക്കി ഇത് ദുശാഠ്യമുള്ള ജനമാകുന്നുവെന്ന് കണ്ടു, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു, ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മനസ്സിലായോ എന്താ പറയുന്നതെന്ന്? മോശയോട് കർത്താവ് പറയുന്നത്, നീ എന്നെ ഒന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ, നീ എന്നെ വിടാനാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശ വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ ഒന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ജനതയെ മുഴുവൻ എന്ത് ചെയ്യും? നശിപ്പിക്കും. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല? നിന്നെ നശിപ്പിക്കത്തില്ല, ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. എന്താ അതിൻ്റെ അർത്ഥം? ഇതുവരെ ഇവരറിയപ്പെട്ടിരുന്നത് അബ്രഹാമിൻ്റെ സന്തതി എന്നാണെങ്കിൽ, നാളെ മുതൽ അറിയപ്പെടാൻ പോകുന്നത് മോശയുടെ സന്തതി എന്നാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? ഇസ്രായേൽ മക്കളെ മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് കർത്താവ് പറയാണ്, നീയും നിൻ്റെ സന്തതി, അതായത് അബ്രഹാമിനോട് ഞാൻ എന്ത് വാഗ്ദാനം ചെയ്തോ അത് ഞാൻ ആർക്ക് തരാൻ പോകുകയാണ്? നിനക്ക് തരാൻ പോകുകയാണ്. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ദൈവം മോശയോട് പറയുകയാണ്. പക്ഷെ മോശ പറഞ്ഞു, അത് വേണ്ട കർത്താവേ, എൻ്റെ ജനത്തിന് ഇല്ലാത്തതായ ഒരു സൗഭാഗ്യം എനിക്ക് വേണ്ട. എനിക്ക് വലിയൊരു ജാതിയാകാനല്ല എൻ്റെ ആഗ്രഹം. എന്താണ്? നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ഈ നിൻ്റെ ജനത്തെ നീ അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ കനാൻ നാട്ടിൽ ശാശ്വതമായി പാർപ്പിക്കുവാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഞാൻ. അതിനപ്പുറത്തൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ആഗ്രഹിക്കുന്നില്ല.
എത്ര വലിയ ഒരു പ്രോമിസാണ് ദൈവത്തിൽ നിന്ന് അവൻ നിരാകരിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ പ്രോമിസും ഏറ്റെടുക്കുന്നവരല്ല മഹാന്മാർ. ദൈവത്തിൻ്റെ ചില പ്രോമിസസൊക്കെ നിരാകരിക്കുന്നതുമാണ്. പക്ഷേ ആ നിരാകരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തൻ്റെ ജനത്തോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. ദൈവം ഇന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ മഹത്വത്തെക്കാളും നമ്മുടെ വളർച്ചയെക്കാളും നമ്മുടെ ബഹുത്വത്തെക്കാളും വലുതായി ദൈവ ജനത്തിൻ്റെ മഹത്വം, വലിമ, അല്ലെങ്കിൽ അവരുടെ ഭാവി ഏറ്റവും വലുതായി കണക്കാക്കുന്ന വ്യക്തികളെയാണ് ദൈവം മഹനീയമായി കണക്കാക്കുന്നത്. ഇന്ന് പലപ്പോഴുമുള്ള പ്രശ്നം സ്വന്തം മഹത്വവും സ്വന്തം കാര്യങ്ങളുമാണ് എല്ലാവരും വലുതായി ചിന്തിക്കുന്നത്. അതിനുള്ള പ്രോമിസസ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനാണ് എല്ലാവരും നോക്കുന്നത്. എന്നാൽ മോസസ് പറയാണ്, എന്താണ്? എൻ്റെ ജനത്തിൻ്റെ മഹിമയാണ് എനിക്ക് വലുത്, അല്ലാതെ എൻ്റെ ജനത്തിൻ്റെ ഭാവിയെ കളഞ്ഞ് എനിക്ക് ഒരു പേരുണ്ടാക്കാനും ഒരു മഹത്വം ഉണ്ടാക്കുവാനും ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ജനത്തെ നീ എന്ത് ചെയ്യണം? ഒരു കാരണവശാലും നീ നശിപ്പിക്കുവാനായിട്ട് പാടില്ല. അതിനുശേഷമാണ് മോശ എന്ത് ചെയ്യുന്നത്? താഴെ ഇറങ്ങി വരുന്നത്. നിങ്ങൾക്ക് ആ സംഭവം അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദമാക്കുന്നില്ല. താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് പർവ്വതത്തിൽ കരഞ്ഞ മോശയല്ല നമ്മൾ പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ കാണുന്നത്. ഇതാണ് ഒരു ദൈവപുരുഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്താ അവിടെ കാണുന്നത്? അവൻ നേരെ ഇറങ്ങി വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി, സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക അപ്പുറവും ഇപ്പുറവുമായി ഇരുവശവും എഴുത്തുള്ളതായിരുന്നു. പിന്നെ യോശുവായുമായിട്ടുള്ള സംഭാഷണം നിങ്ങൾക്കറിയാം. എന്നിട്ട് ഒടുവിൽ എന്താണ് കാണുന്നത്? 19-ാമത്തെ വാക്യത്തിൽ, അവർ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് വിലപിച്ച് ക്ഷമിക്കണേ കർത്താവേ എന്നൊക്കെ പറയുന്ന വ്യക്തി മനുഷ്യരുടെ മുമ്പിൽ വന്നപ്പോഴത്തേക്ക് ആൾ മാറുകയാണ്. മനുഷ്യരുടെ മുമ്പിൽ അവൻ ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുകയാണ്. ഭയങ്കര ഹാർഷാണ്. അവൻ അന്ന് വരെ ഇടപെട്ടിട്ടില്ലാത്തതുപോലെ അവൻ കാളക്കുട്ടിയെ എടുത്ത് എറിയുക മാത്രമല്ല, അതിനെ അരച്ച് പൊടിച്ച് പൊടിയാക്കി ഇസ്രായേൽ മക്കളുടെ വെള്ളത്തിൽ കലർത്തി കുടിക്കണമെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് സോ ഹാർഡ്. ഇതാണ് ദൈവികതയുടെ പ്രത്യേകത. മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ ഒരു ദൈവപുരുഷൻ എപ്പോഴും കോംപ്രമൈസ് ഇല്ലാത്തവനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ എപ്പോഴും കരഞ്ഞ് അപേക്ഷിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവനും മനുഷ്യൻ്റെ മുമ്പിൽ അൺകോംപ്രമൈസായിട്ട് നിൽക്കുന്നവനുമാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തി. ഈ കാലയളവിൽ പക്ഷെ നേരെ തിരിച്ചാണ് കാണുന്നത്. മനുഷ്യൻ്റെ മുമ്പിൽ കരഞ്ഞ് നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ ഞാൻ തകർന്നു പോകുമെന്ന് പറയുന്നതാണ്. മിഷനറിമാരുൾപ്പെടെ, മിഷൻ ലീഡേഴ്സ് ഉൾപ്പെടെ വന്ന് പറയുന്നത് എന്താണ്? ഞാൻ അവിടെ പ്രവർത്തനമുണ്ട്, ഇവിടെ പ്രവർത്തനമുണ്ട്, ദൈവമക്കളെ നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെപ്പാടെ തകർന്നു പോകും. തകർന്നു പോകുന്നെങ്കിൽ പോട്ടെ, നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ പോകുന്ന ശുശ്രൂഷയാണെങ്കിൽ പിന്നെ എന്തിനാ ഈ ശുശ്രൂഷ നടത്തുന്നത്? എനിക്കറിയാമോ ഞാൻ ചോദിക്കുക. മനുഷ്യൻ്റെ സഹായം കൊണ്ട് ഈ ശുശ്രൂഷ നടക്കത്തുള്ളെങ്കിൽ അതൊരു മാനുഷിക ശുശ്രൂഷയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. മനുഷ്യൻ്റെ സഹായം സ്വീകരിക്കത്തില്ലെന്ന് പറയുന്നതല്ല. ദൈവമക്കളെ നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിൽ തകർന്നു പോകുമെന്ന് പറയുന്നത് ഒരു ദൈവിക ശുശ്രൂഷയല്ല. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം കാണുമ്പോഴൊക്കെ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്. മോനെ, നിങ്ങളൊക്കെ സഹായിച്ചാലേ പറ്റുള്ളൂ. വിശ്വാസത്തിൻ്റെ വേലയാണ് ഞാൻ നടത്തുന്നത് കേട്ടോ. വിശ്വാസത്തിൻ്റെ വേലയാണ്, നിങ്ങളൊക്കെ സഹായിച്ചാലേ പറ്റുള്ളൂ. മനുഷ്യൻ്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുന്ന, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസവും പാസ്റ്റർമാർ ഒരുമിച്ചിരുന്ന് പറഞ്ഞ കൂട്ടത്തിലെല്ലാം ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ എന്തോ ചെയ്യാം, പിള്ളേർ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്, കാറും വാങ്ങിച്ചിട്ടുണ്ട്, അതിന് ലോൺ അടച്ച് തീർക്കണം. പിന്നെ നമ്മളീ പറയുന്ന പോലെ വലിയ അൺകോംപ്രമൈസിങ് ആയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഭയിൽ നിന്ന് പുറത്താക്കൂടി. പിന്നെ നമ്മളെന്തോ ചെയ്യും? എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ്, പ്രായോഗികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. എന്താണ്? ഉള്ള ബാധ്യതകളെല്ലാം വരുത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആരുടെ സഹായം ഉണ്ടായാലേ പറ്റുള്ളൂ? മനുഷ്യൻ്റെ സഹായം ഉണ്ടായാലേ പറ്റുള്ളൂ. ഇത് ശുശ്രൂഷയിലും അങ്ങനെ തന്നെയാണ്. അവിടെ ഇവിടെ ഓരോ മിനിസ്ട്രി അങ്ങ് തുടങ്ങുകയാണെന്നാണ് പറയുന്നത്.
ശുശ്രൂഷ ഞാൻ പറയാമല്ലോ, ശുശ്രൂഷയുടെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ദൈവത്തോടുള്ള സീലിൽ നിന്ന് തുടങ്ങുന്ന ശുശ്രൂഷയുമുണ്ട്, ദൈവത്തിൻ്റെ കമ്മീഷനിങ് കൊണ്ട് നടത്തുന്ന ശുശ്രൂഷയുമുണ്ട്. ഒരു എരിവിൽ, അതായത് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്ന ശുശ്രൂഷകളുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞിട്ട് ചെയ്യുന്നതായ ശുശ്രൂഷയുണ്ട്. സീലിൽ നിന്നുള്ള ശുശ്രൂഷയാണെങ്കിലും ചിലപ്പം ദൈവം അങ്ങ് സഹിച്ചെന്നിരിക്കും. പക്ഷേ പറഞ്ഞിട്ട് ചെയ്യുന്ന ശുശ്രൂഷ മാത്രമേ നിർവഹിക്കുവാൻ ദൈവത്തിന് ഉത്തരവാദിത്തമുള്ളൂ എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഞാൻ വല്ലതും കഴിച്ചേച്ച് ഒരു ഇച്ചിരി വെള്ളം പോലും കുടിക്കാൻ നിർവാഹമില്ലാത്ത രീതിയിൽ വയറ് നിറഞ്ഞിരിക്കുമ്പം ഞാൻ വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മോള് ഒരു വലിയ മഗ് നിറച്ച് അല്ലെങ്കിൽ ഒരു വലിയ ബൗള് നിറച്ച് പായസം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവളുടെ സീല് കൊണ്ട് തരുന്നതായതുകൊണ്ട് ചിലപ്പം ഞാൻ വിഷമിച്ചത് കുടിച്ചെന്നിരിക്കും. അതുപോലല്ല ദാഹിച്ച് ചെല്ലുമ്പോൾ ഞാൻ വെള്ളം ചോദിച്ചാൽ ദാഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൾ വന്ന് വെള്ളം കൊണ്ടുതരുന്നത്. ഒന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ട് ചെയ്യുന്നതാണ്, മറ്റേത് അവളുടെ സീലിൽ നിന്ന് ചെയ്യുന്നതാണ്. രണ്ടും മോശമൊന്നുമല്ല. പക്ഷേ ദൈവം പറഞ്ഞിട്ടല്ലാതെ ചെയ്യുന്ന ഒത്തിരി ശുശ്രൂഷകൾ നമുക്കുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം പറഞ്ഞിട്ടല്ലാത്ത ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഒടുവിൽ തുടങ്ങി വെക്കുകയും ചെയ്യും, ഒടുവിൽ നിർവഹിക്കാനോട്ട് മാർഗവുമില്ല. അന്നേരം പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പല സമയത്തും ശുശ്രൂഷകളിൽ കോംപ്രമൈസ് വേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? ദൈവം കൃത്യമായി ആവശ്യപ്പെടാതെ ഓരോ കാര്യങ്ങൾ എടുത്ത് ചാടുമ്പോഴാണ്. ദൈവം കൃത്യമായി ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ കോംപ്രമൈസ് വേണ്ടി വരത്തില്ല. അതുകൊണ്ടാണ് പലപ്പോഴും പാസ്റ്റർമാർ തന്നെ പറയുന്നത്, എന്താ ബ്രദറെ കാര്യമൊക്കെ ശരിയാണ്, നമ്മൾ ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ അവരെയൊക്കെ താങ്ങി നിന്നില്ലെങ്കിൽ, സെക്രട്ടറിയെ താങ്ങി നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സഭയ്ക്ക് സ്ഥലം തന്നവനെ താങ്ങി നിന്നില്ലെങ്കിൽ പ്രയാസമാണെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം, കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് പോയാൽ നമുക്ക് എന്തോ നഷ്ടമുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. പോട്ടെന്ന് വെക്കണം. ശുശ്രൂഷ എന്ന് പറയുന്ന അത്രയൊക്കെ ഉള്ളൂ. ശുശ്രൂഷയേക്കാൾ വലുതാണ് ശുശ്രൂഷ തന്ന കർത്താവ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. പലർക്കും ശുശ്രൂഷയെ വലിയ കാര്യം. ചില ആളുകൾ പറയുന്നത് കണ്ടുണ്ട്, ഈ ശുശ്രൂഷ ശരിയാണ്, ശുശ്രൂഷ ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് സംതിങ് ബിഗ്. പക്ഷേ ശുശ്രൂഷയേക്കാൾ വലുത് എന്ത് തന്നെയാണ്? ശുശ്രൂഷ തന്നവനാണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. മോസസ് വാസ് അൺകോംപ്രമൈസിങ് ബിഫോർ മെൻ, ബട്ട് ഹി വാസ് ക്രൈയിങ് ബിഫോർ ഗാഡ്. അതാണ് ഒരു യഥാർത്ഥ ദൈവപുരുഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് പറയുകയാണ്, എന്നാൽ അതിനോട് ചേർന്ന് 21-ാം വാക്യത്തിൽ മോശ അഹരോനോട്, ഈ ജനത്തിൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. ഈ ജനത്തിൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. നമ്മുടെ ചങ്ക് പൊട്ടിക്കേണ്ട ഒരു വാക്കാണിത്. എന്താണെന്നറിയാമോ? മോസസ് ചോദിക്കുന്ന ചോദ്യം, ആരോൻ നീ എന്തായി കാണിച്ചത്? അവർ നിന്നോട് എന്ത് ദോഷമാ ചെയ്തത് അവരെ കൊണ്ട് ഇത്രയും വലിയ പാപം ചെയ്യിക്കാൻ? പ്രിയമുള്ളവരെ, കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലീഡർ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം എന്ന് പറയുന്നത് അവനെ അനുഗമിക്കുന്ന സകല മനുഷ്യരെ കൊണ്ടും അവൻ പാപം ചെയ്യിക്കുകയാണ്. കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ലീഡർ പാപം ചെയ്യുന്നുവെന്നുള്ളത് തന്നെയല്ല വിഷയം, അവനെ അനുഗമിക്കുന്ന സകല വ്യക്തികളെയും കൊണ്ട് അവൻ എന്ത് ചെയ്യുകയാണ്? പാപം ചെയ്യിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഈ ജനത്തിൻ്റെ മകനുള്ള ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു? ഇന്നൊരു മോസസ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ചർച്ച് ലീഡർഷിപ്പിലുള്ള ആളുകളോട് ആ മോശ ചോദിക്കുമായിരുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ വിശ്വസിച്ചിറങ്ങിയ ഈ ജനങ്ങളെ കൊണ്ട് ഇത്ര വലിയ പാപം ചെയ്യിക്കാൻ തക്കവണ്ണം അവർ നിന്നോട് എന്തുവാ ചെയ്തതെന്ന്. പ്രിയമുള്ളവരെ, വിശുദ്ധി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ ജനങ്ങളുടെ താളത്തിന് തുള്ളുമ്പോൾ, നമ്മൾ താളത്തിന് തുള്ളുക എന്ന് പറയുമല്ലോ, ജനങ്ങളുടെ താളത്തിന് തുള്ളുന്ന നേതാക്കന്മാരോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇന്നതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോൺ വാസ് ദ ലീഡർ,
അവൻ എന്താ പാതകം ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ വിഗ്രഹം ഉണ്ടാക്കിയതിൻ്റെ തന്നെയല്ല അവിടുത്തെ വിഷയം. അവർ അവൻ്റെ അടുത്ത് വന്ന് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് his duty to say that it is not Moses that led you from Egypt, it is God. മോശെ അല്ല നിങ്ങളെ നയിച്ചു കൊണ്ടുവന്നത്, ദൈവമാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്ന ആരോൻ അത് ചെയ്യാതെ വന്നപ്പോഴാണ് മോശയുടെ ഈ കഠിനമായ വാക്കുകൾ അവനോട് ചോദിക്കുന്നത്. എന്താ അവർ നിന്നോട് ഇത്ര പാതകം ചെയ്തത്? നീ എന്തുകൊണ്ട് അവരെ കൊണ്ട് ഇത്ര പാപം ചെയ്യിക്കുന്നു? വിഗ്രഹാരാധന നടത്തണമെന്ന് അല്ലെങ്കിൽ ഒരു വിഗ്രഹം വേണമെന്ന് അഹരോനല്ല പറഞ്ഞത്, ആണോ? അല്ല, ജനങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടത് ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞത് ജനങ്ങളാണ്. പക്ഷേ ഈ പാപം അവരുടെ മേൽ വരുത്തിയത് മുഴുവൻ അഹരോനാണെന്നാണ് മോശയുടെ ആരോപണം. ഇതാണ് ലീഡർഷിപ്പിനോടുള്ള ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. പ്രിയമുള്ളവരെ, നമ്മളുടെ സഭകളിൽ ജനങ്ങൾ ഈ ഭൗതികമായ മോഹങ്ങളിൽ തകർന്നു പോകുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ പാവം പിടിച്ച ജനങ്ങൾ മാത്രമൊന്നുമല്ല. അവരെ ഈ ഭൗതിക മോഹങ്ങളിൽ നിന്ന് വേർതിരിച്ച് നിർത്തേണ്ട, അവരെ സെപ്പറേറ്റ് ചെയ്യേണ്ട, ഇതല്ല ആത്മീയതയെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടിയവരായ നമ്മുടെ സഭാ നേതാക്കൾ, ഇത് ഞാൻ നേതാക്കന്മാരോട് സംസാരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. ഇറ്റ് ഈസ് യുവർ സിൻ, നിങ്ങളുടെ തെറ്റാണ്. എന്താണ് ആത്മീയതയെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട്? എന്നോട് പല പാസ്റ്റർമാരും പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ചോദിച്ചിട്ട്, നിങ്ങൾ എന്താ ഇത് ജനങ്ങളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുമ്പോൾ, ഓ എൻ്റെ സാജു, നമ്മൾ ആകെപ്പാടെ 3 കൊല്ലം കാണും, നമ്മളായിട്ട് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നമ്മളാകെപ്പാടെ അവിടെ 3 കൊല്ലം കാണും, എങ്ങനെയെങ്കിലും വഴക്കുണ്ടാക്കാതെ എനിക്ക് അവിടുന്ന് പോകണം. അഹരോനോട് മോശ ചോദിച്ച അതേ ചോദ്യം ഈ വാക്കുകൾ പറയുന്ന എല്ലാവരോടും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കയ്യിൽ ഞാൻ ഫലമേൽപ്പിച്ചതായ ഈ ജനങ്ങളെ ഇത്ര വലിയ പാപത്തിലേക്ക് തള്ളിയിടുവാൻ തക്കവണ്ണം അവർ നിന്നോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപം എന്ന് പറയുന്നത്, ദ്രോഹം എന്ന് പറയുന്നത് പാപം ചെയ്യുന്നത് മാത്രമല്ല. ദ്രോഹം എന്ന് പറയുന്നത് പാപം ചെയ്യുന്ന ജനതയോട് ന്യൂട്രലായി ഇടപെടുന്നതുമാണ്. അവരോട് പാസീവായിട്ട് ഇടപെടുന്നതുമാണ്. God wants us to be a voice, an isolated voice. ഒരു വ്യത്യസ്തമായ ശബ്ദമായി, ഒരു പ്രവാചക ശബ്ദമായി, മിഖയാവിനെ പോലെ ദൈവസന്നിധിയിൽ കൃത്യതയോടെ വാട്ട് യു ഡു ഇറ്റ് ഈസ് റോങ് എന്ന് പറയാൻ കഴിയുന്ന യോഹന്നാൻ സ്നാപകനെ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുവാൻ കഴിയുന്ന നാഥാൻ പ്രവാചകനെ പോലെ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുവാൻ കഴിയുന്ന അങ്ങനെ ഒരു നേതൃത്വത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ പാപം ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ കാര്യം, ഞാൻ എൻ്റെ കാര്യം, ഞാൻ ഇതിനകത്ത് പോകത്തില്ല എന്ന് പറയുന്നതല്ല. We need to see that we are restricting people from going astray. പാപത്തിലേക്ക് വീണു പോകുന്ന ജനങ്ങളെ അതിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം. എന്നാൽ അവനെന്ത് പറയുന്നു? അതിന് അഹരോൻ പറഞ്ഞത്, യജമാനൻ്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നത് എന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന പുരുഷനായി ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അതവർ എൻ്റെ പക്കൽ കൊണ്ടുവന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്ത് വന്നു. എന്തൊരു കള്ളത്തരവും പറയുന്നത്, എന്തൊരു കള്ളത്തരവാ! അങ്ങനെയാണോ അവിടെ 32-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത്? അല്ല, അവിടെ എഴുതിയിരിക്കുന്നത്, അഹരോൻ ഇവരുടെ പൊന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അവൻ അവരുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എനിക്കറിയാവുന്ന ഒരു വീട്ടിൽ ഒരു ഈ പ്ലാസ്റ്റർ പാരീസിൽ തീർത്ത ഒരു പ്രതിമയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോസഫ് മേരി കൊച്ചിൻ്റെ ഒരു പ്രതിമ, അവൻ പിള്ളേർ കൂടി കളിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇത് തട്ടി താഴെ ഇട്ടു. അപ്പോൾ താഴെ ഇട്ടത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ച കൂട്ടത്തിൽ ഈ തള്ളിയിട്ട കൊച്ചു പറഞ്ഞെന്നറിയാമോ? ഡാഡാ, ഞാൻ ആ മുറിയിലോട്ട് കയറുകയായിരുന്നു, ഞാനങ്ങോട്ട് കയറുകയും വേണ്ട, അപ്പച്ചൻ താഴോട്ട് വീഴുന്നു. ഏതാ ഇവളാ മുറിയിലോട്ട് കയറിയപ്പം അവിടെ ഇരുന്ന അത് പ്രതിമ താഴോട്ട് വീഴുന്നെന്ന് എന്ന് പറഞ്ഞതുപോലെയാ അഹരോൻ പറയുന്നത്. എന്തുവാ? ഞാനതെല്ലാം കൂടെ തീക്കകത്തോട്ടിട്ട് ദേ ചാടി വരുന്നു ഒരു കാളക്കുട്ടി. എന്തിനാ ഈ കള്ളത്തരമെല്ലാം പറയുന്നത്?
പാപം ചെയ്യുകയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് കൺഫസ് ചെയ്ത് മടങ്ങി വരാനാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാതെ അതിന് ഒരു മനുഷ്യന് പോലും ബോധ്യം വരാത്ത രീതിയിലുള്ള വ്യാജ ന്യായീകരണങ്ങൾ കൊടുക്കാനല്ല പരിശ്രമിക്കേണ്ടത്. ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഞാൻ പാപം ചെയ്തെന്ന് പറയാനാണ്. അല്ലാതെ ഞാൻ ആ കൗൺസിലിലോട്ട് കയറിയപ്പം എല്ലാവരും കൂടെ ഒരു കടലാസ് കൊണ്ടുവരുന്ന ഞാൻ കണ്ടു, അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന എന്നാന്ന് വായിക്കാൻ വേണ്ടി ഞാൻ കണ്ണാടി എടുത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് ഒപ്പിട്ട് പോയി എന്ന് പറയുന്നതല്ല. മനുഷ്യനെ കളിപ്പിക്കുന്ന ഇങ്ങനത്തെ അവകാശവാദങ്ങൾ ഒരിക്കലും നടത്താൻ പാടില്ല. അവിടെ എന്താണ്, ഞാൻ അത് എടുത്ത് തീയിലിട്ടു, ഈ കാളക്കുട്ടി പുറത്തു വന്നു എന്ന് പറഞ്ഞു. അവരുടെ വിരോധികൾക്ക് മുമ്പിൽ അവർ ഹാസ്യമാക്കത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട്. നോക്കുക, അഹരോൻ ചെയ്ത ഏറ്റവും വലിയ പാതകമായിട്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട്. പ്രിയമുള്ളവരെ, നേതൃത്വം ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം അതാണ്. അവർ ജനങ്ങളെ ഇന്ന് കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സ്റ്റേജ്, ആർക്കും എന്തും കാണിച്ചിട്ട് വീണ്ടും വന്ന് തിരുവത്താഴത്തിൽ പങ്കെടുക്കുകയോ തിരുവത്താഴം നടത്തുകയോ ചെയ്യാവുന്ന ഒരു സ്റ്റേജ്. ജീവിത വിശുദ്ധിക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ഇരുന്നിട്ടും സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ കയറിയിരിക്കാൻ കഴിയുന്നതിന് യാതൊരു തടസ്സവുമില്ലാത്ത ജനങ്ങൾ കെട്ടഴിഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റേജ്. ഇന്ന് നമ്മൾ സഭയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ്. ലൂസ് ആൻഡ് അൺലീഷ്ഡ് ആയിട്ട് അഴിച്ചുവിടപ്പെട്ടവരായ ജനങ്ങൾ. അതുകൊണ്ട് എന്താ, തങ്ങൾ ചെയ്യുന്നത് പാപമാണെന്നുള്ള ബോധ്യം പോലും ഇല്ലാത്ത നിലയിൽ ഒരു കാലത്ത് വിശുദ്ധിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നവരായ ദൈവജനം ഇന്ന് അശുദ്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന സ്റ്റേജിൽ വന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ദീസ് ലീഡർഷിപ്പ് വാസ് നോട്ട് telling them to come out of all their unholiness. Nobody is preaching holiness. നിങ്ങളുടെ സഭയിൽ വിശുദ്ധിയെക്കുറിച്ച് ഒരു പ്രസംഗം കേട്ടിട്ട് എത്ര കാലമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലായിടത്തും അനുഗ്രഹത്തിൻ്റെയും കിട്ടുന്നതിൻ്റെയും വാങ്ങുന്നതിൻ്റെയും ലാഭത്തിൻ്റെയും കണക്കുകൾ പറഞ്ഞുള്ള പ്രസംഗങ്ങൾ ലീഡർഷിപ്പ് കൊടുത്ത് no one is preaching about holiness. And you know what happens? എല്ലാവരും കാര്യങ്ങൾ കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് വരുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നത് ജനങ്ങൾ കെട്ടഴിഞ്ഞവരായി തീർന്നിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ ജനങ്ങളെ കെട്ടിയിടാൻ പഠിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു, കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒറ്റപ്പെട്ടവനായി ജനങ്ങളെ എന്താണ് ആത്മാവിൽ ബന്ധിതരാക്കുവാൻ, വിശുദ്ധിയിൽ ബന്ധിതരാക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. ഹല്ലേലൂയ. ഇന്ന് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് നമ്മുടെ കയ്യിൽ ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ ഒരു വിശുദ്ധ വംശമായി, ഒരു വിശുദ്ധ പ്രജയായി, ഒരു വിശുദ്ധ വംശമായി ദൈവത്തിന് മടക്കി കൊടുക്കാൻ കഴിയേണ്ടതാണ്. ജനങ്ങളെ കെട്ടഴിച്ചു വിടുന്ന പരിപാടി നിർത്തുക. ഒരുപക്ഷെ നിങ്ങൾ പുറത്തു പോകേണ്ടി വന്നാൽ പുറത്തു പോകട്ടെ, പക്ഷേ വിശുദ്ധിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. വി നീഡ് ടു സ്റ്റാൻഡ് ഫോർ ഹോളിനെസ്. സ്ഥാപിതമായ താല്പര്യങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയും. സ്ഥാപിതമായ ഹിഡൻ അജൻഡാസ് ഇല്ലെങ്കിൽ സഭയിൽ അശുദ്ധി കടന്നു വരുമ്പോൾ അത് പുറത്ത് നിൽക്കട്ടെ എന്ന് പറയുവാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. അഹരോൻ ജനത്തെ കെട്ടഴിച്ചു വിട്ടതുപോലെ നമ്മൾ ജനത്തെ കെട്ടഴിച്ചു വിടുവാൻ പാടില്ല. നമുക്കൊരു പ്രമാണമുണ്ട്, അത് വിശുദ്ധിയുടെ പ്രമാണമാണ്. ആ വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജനങ്ങളെ കെട്ടി നിർത്തുവാൻ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുവാൻ. ജനങ്ങൾ എന്തൊക്കെ പറയുന്നു എന്നുള്ളതല്ല, ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്നുള്ളതല്ല, ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അഹരോൻ പറയണമായിരുന്നു, സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. മോശ മടങ്ങി വരും. ഇനി മോശ മടങ്ങി വന്നില്ലെങ്കിലും സാരമില്ല, കാരണം നമ്മളെ നയിച്ചു കൊണ്ടുവന്നത് മോശയല്ല, യഹോവയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ അഹരോന് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇൻഫ്ലുവൻസിൽ അവൻ വീണ്ടും ഈജിപ്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർക്ക് പ്രേരണ നൽകുകയാണ്.
ഇതാ വാസ്തവത്തിൽ ഇന്ന് സംഭവിക്കുന്നത്. നമ്മൾ പറയുന്നു, ആത്മീകമായി ഞങ്ങളെ നടത്തുവാൻ കഴിവുണ്ടായിരുന്ന ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ മൺമറഞ്ഞു പോയി, അവരുടെ കാലമൊക്കെ കഴിഞ്ഞു. അവരുണ്ടായിരുന്നപ്പോൾ ആത്മാവ് അവരെ നയിച്ചതുകൊണ്ട് നമ്മുടെ സഭയെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ മോശയില്ലല്ലോ. കെ എബ്രഹാം സാറ് മരിച്ചു പോയില്ലേ, കുക്കുസാഹിബ് അങ്ങ് പോയില്ലേ, ജോണം ബർജസ് പോയില്ലേ, AC സാമുവേൽ സാറ് പോയില്ലേ, ഇനിയിപ്പം നമ്മളെ നയിക്കാനായിട്ട് ആരാ ഉള്ളത്? അതുകൊണ്ട് ലോകത്തിൻ്റെ സംഘടനകൾക്കുള്ളതുപോലെ ഒരു സിസ്റ്റം നമുക്കുണ്ടാക്കണം എന്ന് ജനങ്ങൾ വന്ന് പറയുമ്പോൾ, ശരിയാ, പണ്ടൊക്കെ വിശുദ്ധന്മാരായ നേതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു, അവരൊക്കെ പോയതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ലോകത്തിൻ്റെ നിലയിൽ മുന്നോട്ട് പോകാം എന്ന് പറയുന്ന അഹരോന്മാരോട് ഞാൻ പറയട്ടെ, അതല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ സഭ എപ്പോഴും വിശുദ്ധമായി നിലകൊള്ളുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ സിസ്റ്റം മടക്കിക്കൊണ്ടുവരുവാനല്ല, കർത്താവിന് വേണ്ടി വീര്യം പ്രവർത്തിക്കുവാൻ, വിശുദ്ധിയിൽ നിലകൊള്ളുവാൻ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.